രാവിലെ 11 മുതൽ 12 മണി വരെ തത്സമയ സംപ്രേഷണം നമ്മുടെ ഹാർവസ്റ്റ് TV. ഫാസ്റ്റിംഗ് പ്രയർ April 7, 8 and 9th 11 AM to 12 PM live on Harvest TV.
തത്സമയം നടക്കുന്ന ആരാധനയിലും പ്രാർത്ഥനയിലും ലോകത്തിന്റെ വിവിധ രാജ്യങ്ങളിൽ നിന്നും ഞങ്ങളോടൊപ്പം ഇതിൽ പങ്കെടുക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവായ യേശുവിൻ നാമത്തിൽ ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. പുതിയൊരു ആഴ്ചയുടെ ആരംഭ പ്രവൃത്തി ദിവസത്തിൽ യേശുവിന്റെ സന്നിധിയിൽ ആയിരിക്കാൻ, യേശുവിനോട് കൂടി ആയിരിക്കാൻ കർത്താവ് നമുക്ക് തന്ന കൃപകൾ ഓർത്ത് കരങ്ങൾ ഉയർത്തിച്ചേർന്ന് യെശയ്യാ പ്രവചനം 25-ാം അധ്യായം 1-ാം വാക്യത്തിൽ നമ്മൾ ഇങ്ങനെയാ വായിക്കുന്നത്: യഹോവേ, നീ എൻ്റെ ദൈവമാകുന്നു, ഞാൻ നിന്നെ പുകഴ്ത്തും, ഞാൻ നിന്റെ നാമത്തെ സ്തുതിക്കും. നീ അത്ഭുതമായി പണ്ടേയുള്ള ആലോചനകളെ വിശ്വസ്തയോടും സത്യത്തോടും കൂടി അനുഷ്ഠിച്ചിരിക്കുന്നുവല്ലോ. നമുക്ക് വേണ്ടി അത്ഭുതം ചെയ്യുന്ന കർത്താവ്, നമ്മുടെ കൂടെ ഇരിക്കുന്ന ദൈവം, നമ്മളെ വഴി നടന്ന ദൈവം, നമ്മുടെ സർവശക്തനായ രാജാവിന് കരങ്ങൾ ഉയർത്തിച്ചേർന്ന് പ്രവചനം 29-ാം അധ്യായത്തിന്റെ 11-ാം വാക്യത്തിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നു: നിങ്ങൾ പ്രത്യാശിക്കുന്ന ശുഭഭാവി വരുവാൻ തക്കവണ്ണം ഞാൻ നിങ്ങളെക്കുറിച്ച് നിരൂപിക്കുന്ന നിരൂപണങ്ങൾ ഇന്നവയെന്ന് ഞാൻ അറിയുന്നു. അവ നിങ്ങളുടെ തിന്മയ്ക്കായിട്ടല്ല, അത് നിങ്ങളുടെ നന്മയ്ക്കായിട്ടുള്ള നിരൂപണങ്ങൾ എന്ന് യഹോവയുടെ അരുളപ്പാട്. പ്രിയമുള്ളവരെ, ഞാനും നിങ്ങളും നമ്മുടെ അമ്മയുടെ ഉത്തരത്തിൽ ഉരുവാകും മുൻപേ നമ്മളെ കാണുകയും നമ്മൾക്ക് വേണ്ടി വലിയ കാര്യങ്ങൾ പദ്ധതിയിടുകയും ചെയ്ത യേശുവിന്റെ സന്നിധി നമ്മളായിരിക്കുമ്പോൾ നമ്മൾ തിരുവനന്തപുരം ഇങ്ങനെയാണ് വായിച്ചത്: ഞാൻ നിന്റെ നാമത്തെ സ്തുതിക്കും, നീ അത്ഭുതമായി പണ്ടേയുള്ള ആലോചനകളെ വിശ്വസ്തയോടും സത്യത്തോടും കൂടി അനുഷ്ഠിച്ചിരിക്കുന്നുവല്ലോ. എനിക്ക് വേണ്ടിയും താങ്കൾക്ക് വേണ്ടിയും സ്വർഗത്തിലെ ദൈവം എന്തൊക്കെയാണോ പ്ലാൻ ചെയ്തിരിക്കുന്നത് അതെല്ലാം നമ്മുടെ ജീവിതത്തിൽ നിറവേറുവാൻ, നമ്മിലൂടെ വെളിപ്പെടുത്തുവാൻ സകലതും നന്നായി ചെയ്യുന്ന യേശുവിൻ കരങ്ങളിലേക്ക് നമ്മളെ തന്നെ ഏൽപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. കഴിയുമെങ്കിൽ ആ സ്ഥലത്ത് എഴുന്നേറ്റ് നിന്നുകൊണ്ട്, അതെ, ഇത് തത്സമയം നടക്കുന്ന ഒരു ആരാധനയാകിയാൽ ഒന്നിച്ച് ആ സ്ഥലത്ത് എഴുന്നേറ്റ് കരങ്ങൾ ദൈവത്തിന്റെ സന്നിധിയിൽ ഉയർത്തി നമ്മളെ തന്നെ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കാം. ഈ ആഴ്ചയുടെ ആരംഭ പ്രവൃത്തി ദിവസത്തിൽ തന്നെ ദൈവത്തിന്റെ ആത്മാവിന കർത്താവ് നമ്മളെ നിറച്ച് വീണ്ടും ശക്തിയോടെ മുൻപോട്ട് നയിക്കേണ്ടതിനായി, ദൈവകൃപയാൽ നമ്മളെ നയിക്കേണ്ടതിനായി നമുക്ക് ഒന്നിച്ച് ചേർന്ന് പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ നല്ല ദൈവമേ, ഞങ്ങൾ അങ്ങേക്ക് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. ഒരു പുതു ദിവസം കൂടി അങ്ങ് ഞങ്ങൾക്ക് തന്നല്ലോ. അങ്ങനെ കൃപയിലായിരിക്കാൻ, അങ്ങയുടെ സാന്നിധ്യത്തിലായിരിക്കാൻ അങ്ങ് ഞങ്ങളെ ഒരുക്കുന്നത് ഓർത്ത് ഞങ്ങൾ നന്ദി പറയുന്നു. കർത്താവേ, ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുമ്പോൾ ഈ ആരാധനയിൽ പങ്കെടുക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരും അനുഗ്രഹിക്കപ്പെടുമാണ്. വിവിധ രാജ്യങ്ങളിലായിരിക്കാം ഈ ആരാധനയിൽ പങ്കെടുക്കുന്നത്. പക്ഷെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു, യേശുവേ, അങ്ങ് ഞങ്ങൾ ഓരോരുത്തരെയും നന്നായി അറിയുന്നതിനായി നന്ദി പറയുന്നു. കർത്താവേ, ഒരു പക്ഷേ കർത്താവേ, ഞങ്ങളുടെ രാജ്യത്ത് ഞങ്ങൾ ഇത് പ്രഭാതത്തിലായിരിക്കാം അങ്ങേ ആരാധിക്കുന്നത്. മറ്റു പല രാജ്യങ്ങളിലും കർത്താവേ വൈകുന്നേരവും രാത്രിയിലും കർത്താവ് അതിവെളുപ്പിനെയും ഈ ആരാധനയിൽ പങ്കെടുക്കുന്നുണ്ട്. ഏത് സമയത്തായിരുന്നാലും യേശുവേ, അങ്ങ് മാറ്റമില്ലാത്തവനാണല്ലോ. അങ്ങയുടെ കരം ഇപ്പോൾ തന്നെ ഞങ്ങളുടെ മേൽ അങ്ങ് വയ്ക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഉറങ്ങാത്തവനെ, മയങ്ങാത്തവനെ, പരിപാലകനെ ഞങ്ങൾ അങ്ങേ സ്തുതിക്കുമ്പോൾ ഓരോരുത്തരെയും ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ആത്മാവിന്റെ ശക്തിയാൽ നിറച്ചാട്ടെ, യേശുവിൻ നാമത്തിൽ പിതാവേ, ആമേൻ. ഹല്ലേലൂയ, ഹോസാന. Hosanna.
പ്രാർത്ഥനയിലും ആരാധനയിലും ലോകത്തിൽ വിവിധ രാജ്യങ്ങളിൽ നിന്നും അനേക പ്രിയപ്പെട്ടവർ ശുശ്രൂഷയിൽ പങ്കെടുക്കുമ്പോൾ തിരുവചനത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നു, നിങ്ങളുടെ ഹൃദയം കലങ്ങി പോകരുത്, ഭ്രമിക്കരുത്, എൻ്റെ സമാധാനത്തെ ഞാൻ നിങ്ങൾക്ക് നൽകുന്നു. സർവശക്തനായ കർത്താവ് നമ്മോട് അങ്ങനെ അരുളി ചെയ്തിരിക്കുന്നു. തിരുവചനം നമ്മളെ പഠിപ്പിക്കുമ്പോൾ അനേക പ്രിയപ്പെട്ടവർ പ്രേം കേരളയിൽ വിളിക്കുന്നു. കർത്താവ് നൽകുന്ന സന്തോഷവും സമാധാനവും സൗഖ്യവും വിടുതലും അവർക്ക് അനുഭവിക്കുവാനായി സാധിക്കുന്നു. കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്തു നിന്നും ഒരു സഹോദരി നമ്മളെ വിളിച്ചു പറഞ്ഞത്, രാത്രിയിൽ കഠിനമായ വേദന നിമിത്തം വയറുവേദന നിമിത്തം സഹിക്കാൻ കഴിയാത്ത സമയത്തായിരുന്നു പ്രേം കേരളയിൽ പ്രാർത്ഥനയ്ക്ക് വേണ്ടി വിളിച്ചത്. പ്രാർത്ഥനയുടെ ഫലമായി യേശു അത്ഭുതകരമായ സൗഖ്യം നൽകി. പ്രാർത്ഥിച്ച എല്ലാവരിലും നന്ദി ഈ സമയം അവർ നമ്മളെ അറിയിച്ചിരിക്കുന്നു. ബിനോയ് ബദറെ ആലപ്പുഴയിൽ നിന്നൊരു സഹോദരനെ വിളിച്ചു പറയുന്നത്, സ്ഥിരമായിട്ട് ഒരു ജോലിയില്ലായിരുന്നു. പ്രാർത്ഥന കാലത്ത് വിളിച്ച് പ്രാർത്ഥിച്ചു. ദുബായ് നല്ലൊരു ശമ്പളത്തിൽ ജോലി ലഭിച്ചിട്ട് വിളിച്ചു പറഞ്ഞിരിക്കുന്നു. ഷൈജു ബ്രദറെ, ഇത് എറണാകുളത്തു നിന്നും ഒരു സഹോദരി നമ്മളെ വിളിച്ചു പറഞ്ഞത്, മക്കൾക്ക് കാനഡയ്ക്ക് പോകുവാനായി വർഷങ്ങളായി ആഗ്രഹിച്ചു. പല കാര്യങ്ങളിൽ നിന്നിട്ട് പേപ്പേഴ്സ് ഒന്നും ശരിയാകുന്നില്ല, വിസ ലഭിക്കാത്തൊരു സാഹചര്യത്തിലായിരുന്നു. ഫ്രീ കേരളയിൽ പ്രാർത്ഥനയ്ക്ക് വേണ്ടി അപേക്ഷിച്ചത്. കർത്താവ് അത്ഭുതകരമായ അഭിഷേകത്തിൻ്റെ മേൽ സഹായിച്ചു, വിസ ലഭിച്ചു. അപ്പോൾ തന്നെ ഭാര്യയ്ക്ക് ഒരു ഓപ്പറേഷൻ വേണമെന്ന് ഡോക്ടേഴ്സ് പറഞ്ഞിരുന്നു. പ്രാർത്ഥനയുടെ ഫലമായി ഓപ്പറേഷൻ ഇല്ലാതെ തന്നെ കർത്താവ് അത്ഭുതകരമായ സൗഖ്യം നൽകി. പ്രാർത്ഥിച്ച എല്ലാവരുടെ നന്ദി അവർ കുടുംബമായി അറിയിച്ചിരിക്കുന്നു. ഇതിലെ പുനത്തലേന്ന് ഒരു സഹോദരൻ വിളിച്ച് പറയുന്നത്, ഹാർട്ടിൻ്റെ പ്രോബ്ലം ഉണ്ടായിരുന്നു. പ്രാർത്ഥിക്കുന്ന കാര്യത്തിൽ വിളിച്ച് പ്രാർത്ഥിച്ചു. കർത്താവ് അത്ഭുതം പ്രവർത്തിച്ചു. ഹാർട്ടിൻ്റെ പ്രോബ്ലം യേശു അത്ഭുതകരമായി മാറ്റി. ഇത് അമ്പൂരി എന്നൊരു സഹോദരൻ വിളിച്ചു പറഞ്ഞിരിക്കുന്നത്, അവരുടെ കൊച്ചുമോൻ ആഹാരം കഴിച്ചു കഴിക്കുന്നു, എല്ല് തൊണ്ടയിൽ കുടുങ്ങി, ഓപ്പറേഷൻ വേണമെന്ന് പറഞ്ഞത്. പ്രേം കേരളയിൽ വിളിച്ച് പ്രാർത്ഥിച്ചു. ഓപ്പറേഷൻ കൂടാതെ ദൈവം സൗഖ്യം കൊടുത്തെന്ന് അറിയിച്ചു. തീർച്ചയായിട്ടും പിന്നെ ബ്രദറെ, ലോകത്തിൽ അനേക പ്രിയപ്പെട്ടവരെ ശുശ്രൂഷയിൽ ഇപ്പോൾ തന്നെ ഇത് പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത്. കാരണം ഇത് തത്സമയം നടന്നുകൊണ്ടിരിക്കുന്ന പ്രാർത്ഥനയും ആരാധനയുമാണ്. നമുക്ക് ഈ പ്രഭാതത്തിൽ ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഇവിടെ ഇരിക്കുന്ന വിഷയങ്ങൾ 2013 ഫെബ്രുവരി 1 മുതൽ നമ്മളെ വിളിച്ച അവസാന വ്യക്തിയുടെ വിഷയങ്ങൾ വരെ ഇപ്പോൾ ഈ ഓൾട്ടറിനകത്തുണ്ട്. നമുക്ക് ഒരുമിച്ച് ഈ വിഷയത്തിൻ്റെ മേൽ കരം വെച്ച് നമ്മൾ ഇവർക്ക് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. മദ്യപാനം നിമിത്തം കുടുംബത്തിൽ സ്വസ്ഥതയില്ലാത്തവർ, ജോലി ലഭിക്കാതെ മക്കളില്ലാതെ ഭാരപ്പെടുന്നവർ, കുടുംബത്തിൽ സ്വസ്ഥതയും സമാധാനവും ഇല്ലാതെ പല നിലകളിൽ കഷ്ടപ്പെടുന്ന ഒരുപാട് പേരുടെ വേദന നിറഞ്ഞ അനുഭവങ്ങളാണ് നമ്മുടെ ഇരിക്കുന്നത്. നമുക്ക് ഒരുമിച്ച് കാര്യങ്ങൾ വെച്ച് ഇവരെ അനുഗ്രഹിച്ച് നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ബിനോയ് ബ്രദർ പ്രാർത്ഥിച്ചു. പരിശുദ്ധനായ ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, ഈ വിഷയങ്ങളെല്ലാവർക്കും പ്രാർത്ഥിക്കുന്നു. താവേ, മദ്യപാനത്തിന് ആശ്രയം കടന്നു പോകുന്നവർ, ജോലിയില്ലാതെ ഭാരപ്പെടുന്നു, തലമുറയില്ലാത്തവർ, രോഗക്കിടക്കയിലായിരിക്കുന്നവർ, കടക്കണിയിലൂടെ കടന്നു പോകുന്നവർ, എല്ലാ ജീവിതങ്ങളെയും ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നപ്പാ. പരിപൂർണമായി വിടുതൽ ഇവരുടെ മേൽ അങ്ങ് കൽപ്പിക്കുമാറാകണമേ പ്രാർത്ഥിക്കുന്നു. സകലത്തെയും നന്നായി ചെയ്യുന്ന ബലമേറിയ കരങ്ങളിലേക്ക് ഞങ്ങൾ ഏൽപ്പിക്കുന്നപ്പാ. അങ്ങ് അത്ഭുതങ്ങളെ ചെയ്യണമേ. അങ്ങയുടെ പുനഃ മഹത്വം എടുക്കണം. യേശുവിൻ ധന്യമേറിയ നാമത്തിൽ തന്നെ.
പരിശുദ്ധ സ്ഥാനത്ത് ഓടുന്നു. യേശുവിൻ മഹത്വം നമ്മയെല്ലാം പരിശുദ്ധ സ്ഥാനത്ത് ഓടുന്നു. യേശുവിൻ സാന്നിധ്യമേ ഇറങ്ങിയേ വന്നിടട്ടെ. യേശുവിൻ സാന്നിധ്യമേ ഇറങ്ങിയേ വന്നിടട്ടെ. യേശുവിൻ സാന്നിധ്യമേ ഇറങ്ങിയേ വന്നിടട്ടെ. ദൈവത്തിൽ ഒരു പുതിയൊരാഴ്ചയെ കൂടെ നമുക്ക് കുടുംബമായി ദൈവത്തിന്റെ സന്നിധിയിലായിരിക്കാൻ ദൈവം നമുക്ക് തന്നു. നമുക്ക് ദൈവത്തിന്റെ സന്നിധി നമ്മൾ നന്ദിയോടെ സ്തോത്രം ചെയ്യുമ്പോൾ സ്തുതിക്കുമ്പോൾ തന്നെ മുൻപോട്ട് പോകുവാനുള്ള പുതുബലവും ശക്തിയും നമുക്ക് ദൈവത്തോട് ചോദിക്കാം. കർത്താവ് നമ്മളോട് പറഞ്ഞു, ഞാൻ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടിയുണ്ട്. നമ്മളോട് മാത്രമല്ല, നമ്മളെ പ്രിയങ്കാല കുടുംബങ്ങൾ എല്ലാവരോടും കൂടെ യേശു കൂടെ ഇരുന്ന് അവരെ വഴി നടത്തുവാൻ, അവരുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലയിലും കർത്താവ് തൻ്റെ മഹത്വം അവരിൽ വെളിപ്പെടുത്തുവാൻ നമുക്ക് ഒന്നിച്ച് ചേർന്ന് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് പ്രിയങ്കാല എന്ന ഈ ശുശ്രൂഷ ഇത് തത്സമയമായി നടക്കുന്ന ആരാധനയും പ്രാർത്ഥനയുമാണ്. ഇന്ന് പ്രിയങ്കാലയുടെ 993 ദിവസം നമ്മൾ ദൈവത്തിൻ്റെ സന്നിധിയിൽ നിൽക്കുന്നു. ഈ 12-ാം തീയതി ആകുമ്പോൾ നമ്മൾ 1000 ദിവസം തികയുക. കർത്താവ് ഇത്രത്തോളം നമ്മളെ നടത്തി, ഇത്രത്തോളം നമ്മളെ കൊണ്ടുവന്നു. നമ്മുടെ കഴിവും എടുക്കുക ഒന്നുമല്ല, യേശുവിൻ്റെ സാന്നിധ്യം ഇതിനകത്ത് ഇറങ്ങി നിന്നുകൊണ്ട് ഹല്ലേലൂയ ഓരോ വ്യക്തികളെയും യേശു സ്പർശിക്കുന്നു. ഈ ശുശ്രൂഷ ലോകത്തിൻ്റെ വിവിധ രാജ്യങ്ങളിൽ നിന്ന് അനേകർ പങ്കെടുക്കുന്നുണ്ട്. അവരൊക്കെയും പറയുന്നൊരു കാര്യമുണ്ട്, കർത്താവിൻ്റെ സാന്നിധ്യം അവർ അനുഭവിക്കുന്നു. അവരുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലയിലും ആ യേശു അവരുടെ കൂടെ ഇരിക്കുന്നവർക്ക് അനുഭവിക്കുവാൻ കഴിയുന്നു. തീർച്ചയായിട്ടും 2013 ഫെബ്രുവരി 1-ാം തീയതി ആരംഭിച്ച പ്രിയങ്കല എന്ന ഒരു ശുശ്രൂഷയിൽ ഇന്ന് വിളിച്ചിരുന്ന അവസാന വ്യക്തിയുടെ വരെ കണ്ണുനീരിനെ തുടച്ച് കാണുവാൻ നമ്മൾ കുടുംബമായി എല്ലാവരും നമ്മൾ ആഗ്രഹിക്കുമ്പോൾ തന്നെ ഇവിടെ വിളിക്കുന്ന ഒരു വ്യക്തിയുടെ പോലും വിഷയങ്ങളെ നമ്മൾ തള്ളിക്കളയുന്നില്ല. തീർച്ചയായിട്ടും ആ ഓരോ വ്യക്തിയുടെ ഒരു വട്ടമെങ്കിലും പ്രിയങ്കലയിൽ വിളിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവരുടെ വിഷയങ്ങളെല്ലാം നമ്മൾ ഓൾട്ടറിൽ വെച്ച് നമ്മൾ മാത്രമല്ല, ലോകത്തിൽ വിവിധ രാജ്യങ്ങൾ അനേകം പ്രിയപ്പെട്ടവർ കൂടെ ചേർന്ന് പ്രാർത്ഥിക്കും. യേശു പറഞ്ഞു, എൻ്റെ അടുക്കൽ വരുന്നവനെ ഞാൻ ഒരു നാളും തള്ളിക്കളയില്ല, ഒരു നാളും ഉപേക്ഷിക്കുമില്ല. ഈ പ്രിയപ്പെട്ടവർ നമ്മൾ കൊടുക്കുന്ന ടെലിഫോൺ നമ്പറിൽ അവർ വിളിച്ച് പ്രാർത്ഥനാ വിഷയം പറയുമ്പോൾ, നമ്മുടെ കുടുംബയോഗങ്ങളിൽ വന്ന് അവർ നേരിട്ട് പ്രാർത്ഥനാ വിഷയം പറയുമ്പോൾ യഥാർത്ഥത്തിൽ അത് നമ്മുടെ അടുക്കൽ വരുന്നു എന്ന് മാത്രമുള്ള വിഷയം. നമ്മൾ ചെയ്യുന്ന കാര്യം ഇത് യേശുവിൻ്റെ സന്നിധിയിലേക്ക് അർപ്പിക്കുക. ഒരിക്കലും യേശു അവരെ തള്ളിക്കളയുന്നില്ലെങ്കിൽ നമുക്കും അവരെ തള്ളിക്കളയാൻ പറ്റില്ല. കാര്യം ഓരോരുത്തരും യേശുവിൻ്റെ സന്നിധി വിലപ്പെട്ടവരാണ്. യേശു നമ്മുടെ ഓരോരുത്തരെയും ജീവന് വേണ്ടി, നമ്മളെ നിത്യത്തിലേക്ക് വേണ്ടി ഒരുക്കുവാൻ, നമ്മൾക്ക് വേണ്ടി നിത്യജീവൻ നൽകുവാൻ വേണ്ടിയാണ് യേശു നമുക്ക് വേണ്ടി മരിച്ചത്. കാൽവറി ക്രൂശിൽ യേശു മരിച്ചത് നമ്മെ ഓരോരുത്തരെയും സ്നേഹിച്ച്, അതിനകത്ത് ഒരു കുഞ്ഞിനെ പോലും യേശു തള്ളിക്കളയുന്നില്ല. കാര്യം എല്ലാവരിലേക്കും യേശു തൻ്റെ ജീവനെ പകർന്നു കൊടുക്കുവാൻ ആഗ്രഹിക്കുമ്പോൾ ഈ പ്രഭാതത്തിൽ നമുക്ക് ചേർന്ന് പ്രാർത്ഥിക്കാം. പ്രേയും കേരളം, പ്രാർത്ഥിക്കുന്ന കേരളം ആയിരിക്കുമ്പോൾ തന്നെ നമ്മുടെ ഒരു സ്വപ്നം, നമ്മുടെ ഒരു ആഗ്രഹം, നമ്മുടെ ഒരു പ്രാർത്ഥന എന്ന് പറയുന്നത് ഇതും ആത്മഹത്യ ഇല്ലാത്തൊരു കേരളമായി തീരണം. ജീവിതത്തിന് പല മേഖലയിൽ പരാജയപ്പെടുമ്പോൾ, മുൻപോട്ട് വഴികൾ അടഞ്ഞു എന്ന് തോന്നുമ്പോൾ ആത്മഹത്യയെക്കുറിച്ച് ചിന്തിക്കുകയും ആത്മഹത്യ കാര്യങ്ങൾ ഒരുക്കുകയും ചെയ്യുന്ന ഒരു ലോകത്തിൽ നമ്മളായിരിക്കുന്നത്. പക്ഷേ കള്ളൻ വന്നത് അറക്കുവാനും മുടിക്കുവാനും മോഷ്ടിപ്പാനുമാണെങ്കിൽ നമ്മുടെ യേശു വന്നത് ജീവനെ നൽകുവാനും സമൃദ്ധമായ ജീവനെ നൽകുവാനും. ആകയാൽ ആത്മഹത്യ ഇല്ലാത്തൊരു കേരളത്തിന് വേണ്ടി നമുക്ക് തുടർന്ന് പ്രാർത്ഥിക്കണം. യേശു നമുക്ക് വേണ്ടി വഴി തുറക്കുന്നവനാണ്. ദൈവബ്രദർ, ഇത് തത്സമയം നടക്കുന്ന ഒരു ആരാധനയും പ്രാർത്ഥനയും ആ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ആർക്കും പ്രാർത്ഥനാ വിഷയത്തിന് വിളിച്ച് പറയാം. ഈ ലൈവ് നടക്കുന്ന സമയത്ത് മാത്രമല്ല 24 മണിക്കൂറും ആ നമ്പർ ഉപയോഗിക്കാം. എന്നാൽ അത്യാവശ്യമായി വരുന്ന കോളുകൾ മാത്രം ഈ സ്റ്റുഡിയോ ഞങ്ങൾ നേരിട്ട് എടുക്കാറുണ്ട്. നമുക്കിപ്പം വന്നിരിക്കുന്ന ഒരു കോൾ എടുക്കാം. ഹലോ, സംസാരിച്ചാട്ടെ. ഹലോ, സംസാരിച്ചാട്ടെ. ഹലോ, പറഞ്ഞാട്ടെ, വേഗം പറഞ്ഞാട്ടെ. ഹലോ, എന്റെ പേര് ദർശനയാണ്. ഞാൻ കരമനയെന്നാണ് വിളിക്കുന്നത്. ഓക്കെ, ഹലോ, വേഗം സംസാരിച്ചോളൂ, സമയം പോകുന്നു. ദർശനയാണ്, ഞാൻ കരമനയെന്നാണ് വിളിക്കുന്നത്. കഴിഞ്ഞ മാസം 12-ാം തീയതി വിളിച്ചിരുന്നു. ഉപവാസ പ്രാർത്ഥനയുടെ അന്നാണ് വിളിച്ചിരുന്നത്. അന്ന് ഞങ്ങളുടെ ബിസിനസ് ഒരു തകർച്ചയിലായിരുന്നു. അതായത് 4 വീലറിന്റെ വർക്ക്ഷോപ്പാണ്. വർക്കൊന്നും വരുന്നില്ല, ആകെ നിരാശയിലായിരുന്നു. അപ്പോൾ ഞാൻ ഇവിടെ വിളിച്ച് പ്രാർത്ഥിച്ചു. പക്ഷേ ദൈവം എനിക്ക് ഇന്ന് എനിക്കൊരു
ഒരു കട തുടങ്ങാനായിട്ട് ഒരു അവസരം ഒരുക്കി തന്നിരിക്കുകയാണ്. ഇന്ന് കട തുടങ്ങുവാണോ? ഇന്ന് 10 മണിക്കാണ് ഓപ്പണിങ്. ഓക്കെ, എന്ത് കടയാ? ഹലോ, ഡ്രൈ ക്ലീനിങ്ങും അയണിങ്ങും അതിന്റെ കടയാണ്. ശരി, ഇന്ന് 10 മണിക്ക് കട തുടങ്ങാൻ പോവാ അല്ലേ? നമുക്ക് ചേർന്ന് പ്രാർത്ഥിക്കാം. യേശു ആ കുടുംബത്തെ അനുഗ്രഹിക്കാൻ. ദൈവത്തിലെ പുതിയൊരു സാമ്പത്തിക വർഷത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. ഏപ്രിൽ മുതൽ പുതിയൊരു സാമ്പത്തിക വർഷത്തിലാണ് നമ്മൾ പ്രേമിക്കുക. എല്ലാ കുടുംബങ്ങളും എല്ലാവരും ഈ പുതുവർഷത്തിൽ ദൈവം ധാരാളമായി ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. നമ്മൾ ആവർത്തന പുസ്തകം 8-ാം അധ്യായം അതിൻ്റെ 18-ാം വാക്യത്തിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നു: യഹോവയല്ലോ നമുക്ക് സമ്പത്തുണ്ടാക്കുവാൻ ശക്തി നൽകുന്നത്, നമ്മുടെ കരത്തെ അനുഗ്രഹിക്കുന്നത്. അതുമാത്രമല്ല, നമുക്ക് വരുമാനം ഉണ്ടാക്കുവാൻ പുതിയ പ്ലാനുകൾ, ഐഡിയകൾ സ്വർഗത്തിലെ ദൈവമാണ് നമുക്ക് തരുന്നത്. അതിന്മേൽ ദൈവത്തിന് കൃപ കൂടെയിരിക്കും. നമുക്ക് ദൈവം തരുന്നതിൽ നിന്ന് നമുക്ക് കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി കൊടുക്കുവാനും ദൈവരാജ്യത്തിൻ്റെ വികസനത്തിന് വേണ്ടി നമുക്ക് ഉപയോഗിക്കാനും കഴിയും. എല്ലാ മേഖലയിലും ദൈവം നമ്മളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഈ പ്രിയപ്പെട്ടവർ പറഞ്ഞ കാര്യം, മാർച്ച് 12 ഒരു മാസം മുമ്പ് അവർ പ്രാർത്ഥനയ്ക്ക് വേണ്ടി വിളിച്ചു പറഞ്ഞ ബിസിനസ് വളരെ മോശം, വളരെ ക്ലേശത്തിലൂടെ പോകുമെന്ന് പറഞ്ഞു. പക്ഷേ നോക്കി, അടുത്ത ഒരു മാസം തികയുന്നതിന് മുമ്പ് ദൈവം അവർക്ക് വേണ്ടി ഒരു പുതുവഴി തുറന്നു കൊടുത്ത്, താങ്കൾക്ക് വേണ്ടി ഒരു പുതുവഴി തുറന്നു എടുക്കുവാൻ കർത്താവ് മതിയായവന്. നമ്മൾ വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായം അതിൻ്റെ 7-8 വാക്യങ്ങൾ ദൈവത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നത്: പരിശുദ്ധനും സത്യവാനും ദാവീദിനും താക്കോൽ കയ്യിലുള്ളവനും ആരും അടയ്ക്കാതെ വണ്ണം തുറക്കുകയും ആരും തുറക്കാതെ വണ്ണം അടയ്ക്കുകയും ചെയ്യുന്നവൻ അരുളി ചെയ്യുന്നത് ഇതാ, ഞാൻ നിന്റെ പ്രവൃത്തി അറിയുന്നു, ഞാൻ ഒരു വാതിൽ നിന്റെ മുമ്പാകെ തുറന്നു വെച്ചിരിക്കുന്നു. നമ്മുടെ ഓരോ പ്രിയപ്പെട്ടവർക്കും വേണ്ടി കർത്താവ് ഈ സാമ്പത്തിക പുതിയ വർഷത്തിൽ പുതിയ വഴികളും വാതിലുകളും തുറക്കേണ്ടതിന് നമ്മൾക്ക് പ്രാർത്ഥിക്കാം. അപ്പോൾ തന്നെ ഈ കുടുംബം ഇവർ 10 മണിക്ക് ഇന്ന് തുടങ്ങുന്ന ആ കട വളരെയധികം അനുഗ്രഹമായി തീരേണ്ടതിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ, ഒന്നിച്ച് ചേർന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഓരോരുത്തരെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിച്ചാട്ടെ. സ്വർഗീയ നല്ല പിതാവേ, നിനക്ക് ഞങ്ങൾ നന്ദിയോടെ സ്തോത്രം ചെയ്യുമ്പോൾ ഈ പ്രഭാതത്തിൽ യേശുവിന്റെ നാമത്തിൽ ഞങ്ങളെ സഹോദരിയെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ, അവിടുന്ന് തുറന്ന പുത്തൻ വഴികൾക്കായി ഞങ്ങൾ നന്ദിയോടെ സ്തോത്രം ചെയ്യുമ്പോൾ കർത്താവേ, അതുപോലെ ബിസിനസ് മേഖലയിൽ തകർന്നിരിക്കുന്ന അനേവധി പ്രിയപ്പെട്ടവർ ഇപ്പോൾ തന്നെ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നുണ്ട്. യേശുവിൻ നാമത്തിൽ ഇപ്പോൾ ഞങ്ങൾ അവരെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ കുടുംബത്തിന് വേണ്ടി പ്രവർത്തിച്ച അവിടുന്ന് അവരുടെ ജീവിതത്തിലും ഇന്ന് പകരം ഒരു പുത്തൻ വഴിയും വാതിലും അവിടുന്ന് തുറക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അവിടുന്ന് അത് ചെയ്യുന്നതിനായി നന്ദി. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. വിളിച്ചു പറഞ്ഞ ദർശനം എന്ന് പറയുന്ന സഹോദരിക്ക് വേണ്ടി മാത്രമല്ല കർത്താവ് പ്രവർത്തിക്കുന്നത്. യേശുവിന്റെ അടുക്കലേക്ക് വരുന്ന ഓരോ വ്യക്തികൾക്കും വേണ്ടി യേശു അത്ഭുതം ചെയ്യുവാൻ മതിയായ കർത്താവ്. കാര്യം തിരുവചനം പറയുന്നു, അവൻ അത്ഭുത മന്ത്രിയ. അവന്റെ അടുക്കലേക്ക് വരുന്ന ഓരോരുത്തർക്കും വേണ്ടി യേശു അത്ഭുതം ചെയ്യും. ഇത് ദിവ്യ വാർത്തകൾ നമ്മളെ അറിയിച്ചത് ഇങ്ങനെയാണ്: തൻ്റെ അനുജന് ജോലിയില്ലാതെ വളരെയധികം വിഷമിക്കുക. നേഴ്സിംഗ് കഴിഞ്ഞിട്ട് നിൽക്കുക, ആ ജോലി ഇല്ലായിരുന്നു. ഇവർ പലയിടത്തും ട്രൈ ചെയ്യുന്നുണ്ട്, പക്ഷെ പ്രയോഗിക്കുകയല്ലേ. ഇവർ പ്രാർത്ഥിക്കാണ്ട് വിളിച്ച് പ്രാർത്ഥിച്ച് അത് അവർ പറഞ്ഞ കാര്യം, ആ ബ്രദറിന് അനന്തപുരി ഹോസ്പിറ്റലിൽ ജോലി ലഭിച്ച് പ്രാർത്ഥിച്ച എല്ലാവർക്കും ആ കുടുംബം നന്ദി അറിയിച്ചിരിക്കുന്നു. അതുപോലെ തന്നെ കൊല്ലത്തുനിന്നും ഒരു സഹോദരി ലീല സുരേന്ദ്രൻ നമ്മളെ വിളിച്ചു പറഞ്ഞിരിക്കുന്നത് 1/4/2016 ആ സഹോദരി വിളിച്ചത്. RCCയിൽ ചെക്കപ്പിന് പോകുന്നതിന് തൊട്ട് മുൻപേ, സ്കാനിങ് നടക്കുന്നതിന് തൊട്ട് മുൻപേ നമ്മൾ പ്രാർത്ഥനയ്ക്ക് വേണ്ടി വിളിച്ചിരുന്നു. കഴിഞ്ഞ ദിവസം സ്കാനിങ് റിപ്പോർട്ടിൽ എല്ലാം നോർമലായിരിക്കുന്നു എന്ന് നമുക്ക് ഇന്ന് പകലും ഇതുപോലെ പല ചെക്കപ്പിനും കടന്നു പോകുന്നവരുണ്ട്. നമുക്ക് പ്രാർത്ഥിക്കാം. യേശുവിന്റെ സൗഖ്യം അവരുടെ ശരീരത്തെ വെളിപ്പെടുത്തണം. കർത്താവിന്റെ വലിയ സാന്നിധ്യത്താൽ അവർ നിറയേണ്ടവരുണ്ട്. നമുക്ക് ചേർന്ന് പ്രാർത്ഥിക്കാം. ആ പ്രിയ സഹോദരി കഴിഞ്ഞ ദിവസം ചെക്കപ്പിന് പോകുന്ന RCCയിൽ ചെക്കപ്പിന് പോകുന്നതിന് മുൻപായി വിളിച്ച് പ്രാർത്ഥിച്ചു. എല്ലാം നോർമൽ ആണെങ്കിൽ ഇന്ന് പകൽ ചെക്കപ്പിന് പോകുന്നവർക്കും യേശു അതുപോലെ സൗഖ്യം നൽകട്ടെ. ഇത് അമ്പലപ്പുഴയിൽ നിന്ന് നന്ദിനെ അറിയിച്ചറിയ മകൻ BTECന്റെ എക്സാം എഴുതാൻ പോകുന്നതിന് മുമ്പായി എല്ലാം പ്രേമിക്കാനെ വിളിച്ച് പ്രാർത്ഥിക്കുമായിരുന്നു. കഴിഞ്ഞ ദിവസം റിസൾട്ട് വന്നു, നല്ല മാർക്ക് മകൻ എല്ലാ വിഷയത്തിനും ലഭിച്ച് പ്രാർത്ഥിച്ച എല്ലാവർക്കും നന്ദി അറിയിച്ചിരിക്കുന്നതിൻ്റെ മെയ്യിൽ ഒരു എക്സാമും കൂടിയുണ്ട്. അതിനുവേണ്ടി പ്രാർത്ഥിക്കണമെന്ന് നമ്മളോട് അറിയിച്ചിരിക്കുന്നു. ഇത്
നെയ്യാറ്റിങ്കരയിൽ നിന്നും രമണി എന്നൊരു സഹോദരിയാണ് വിളിച്ചിരിക്കുന്നത്. മകൾ 5ാം മാസം ഡെലിവറി നടന്നു. അപ്പോൾ തന്നെ ഒരു സ്ട്രോക്ക് വന്നു. പ്രേം കേരളയിൽ രാത്രിയിൽ ആ സമയത്ത് ഉടനെ പ്രേം കേരളയിൽ പ്രാർത്ഥനയ്ക്ക് വേണ്ടി അപേക്ഷിച്ചിരുന്നു. സ്കാനിങ് റിപ്പോർട്ടിൽ എല്ലാം നോർമലായിരിക്കുന്നു എന്ന് വിവരം ലഭിച്ചിരിക്കുന്നു. പ്രാർത്ഥിച്ച എല്ലാവരോടും നന്ദി ഈ സമയം അറിയിച്ചിരിക്കുന്നു. ഇത് അഞ്ചലിൽ നിന്നും ലീലാമ എന്ന് പറഞ്ഞൊരു മാതാവ് നമ്മളെ വിളിച്ചിരിക്കുന്നത് മകളെ കുവൈറ്റിൽ പോകുന്ന കാര്യങ്ങൾക്ക് വേണ്ടി പ്രേം കേരളയിൽ ചേർന്ന് പ്രാർത്ഥിച്ച എല്ലാ കാര്യങ്ങളും ശരിയായി. പ്രാർത്ഥിച്ച എല്ലാവർക്കും നന്ദി അറിയിച്ചിരിക്കുമ്പോൾ മകന്റെ വിവാഹം നടക്കേണ്ടതിന് പ്രാർത്ഥിക്കണം എന്ന് അറിയിച്ചിരിക്കുന്നു. മാവേലിക്കുന്ന അമ്മിണി ഫിലിപ്പാണ് നമ്മളെ വിളിച്ചിരിക്കുന്ന. മകളുടെ ഡെലിവറി സൗദിയിൽ വെച്ചായിരുന്നു. അത് കഴിഞ്ഞു. പക്ഷേ കുഞ്ഞിന് വിസ ലഭിക്കേണ്ടതിന് ചില തടസ്സങ്ങളുണ്ടായിരുന്നു. പ്രാർത്ഥനയുടെ ഫലമായി തടസ്സങ്ങളെല്ലാം മാറി രണ്ടുപേരും കഴിഞ്ഞ ദിവസം വീട്ടിൽ എത്തിച്ചേർന്നു. പ്രാർത്ഥിച്ച എല്ലാവരോടും നന്ദി അവർ കുടുംബമായി നമ്മളെ അറിയിച്ചിരിക്കുന്നു. ഇത് തിരുവല്ലയിൽ നിന്നും ലീലാമയെ അറിയിച്ചിരിക്കുന്നത് പ്രേം കേരളയിൽ ചേർന്ന് പ്രാർത്ഥിച്ച് പേന അവർ കുഞ്ഞുങ്ങളെ എക്സാമിന് കൊച്ചുമാനെ കൊടുത്തുവിട്ടു. ആ കൊച്ചുമാനെ എക്സാം എഴുതി കഴിഞ്ഞ ദിവസം റിസൾട്ട് വന്ന കുഞ്ഞിന് നല്ല വിജയം കർത്താവ് നൽകി കൊടുത്ത് പ്രാർത്ഥിച്ച എല്ലാവർക്കും അവർ നന്ദി. അമ്മയ്ക്ക് കണ്ണിൽ കൂടി വെള്ളം ഒഴുകുന്ന ഒരു അസുഖമുണ്ടായിരുന്നു. ഉച്ചയ്ക്ക് പ്രേം കേരളയിൽ വിളിച്ച് പ്രാർത്ഥിച്ചു. 3 മണിക്കൂറിനകത്ത് തന്നെ സൗഖ്യം ലഭിച്ചു. ഈ സാക്ഷി നമ്മളെ അറിയിച്ചിരിക്കുന്ന വയനാട് നിന്നും മറിയ എന്നൊരു സഹോദരിയാണ്. പ്രാർത്ഥിച്ച എല്ലാവരോടും നന്ദി ഈ സമയം കുടുംബമായി അറിയിച്ചിരിക്കുന്നു. ഇത് ബ്ലഡ് ചെക്കപ്പിന് പോകുന്നതിന് മുൻപായി പ്രേം കേരളയിൽ ചേർന്ന് പ്രാർത്ഥിച്ചു. റിസൾട്ട് വന്നു, എല്ലാം നോർമലാണ്. ഇത് ജോർജ് ആണ് നമ്മളെ ചെങ്ങന്നൂർ അറിയിച്ചിരിക്കുന്നത്. സിനിബ്രദർ ഇത് കാട്ടാക്കട തിരുവനന്തപുരത്തും ബിന്ദു എന്നൊരു സഹോദരിയാണ് വിളിച്ചിരിക്കുന്നത്. മകൾ പ്രഗ്നന്റ് ആയിരുന്നപ്പോൾ സ്കാൻ ചെയ്തപ്പോൾ കുഞ്ഞിന് ആവശ്യമായ വളർച്ചയില്ല എന്ന് കണ്ടെത്തി. പ്രാർത്ഥനയ്ക്ക് വേണ്ടി അപേക്ഷിച്ചു. പ്രാർത്ഥിച്ചതിന് ശേഷം വീണ്ടും ചെക്കപ്പ് ചെയ്ത് നോക്കുമ്പോൾ കുഞ്ഞിന്റെ വളർച്ചയെല്ലാം നോർമലായിരിക്കുന്നു. തീർച്ചയായിട്ടും അത്ഭുതം പ്രവർത്തിച്ച യേശുവിനും പ്രാർത്ഥിച്ച് നമ്മോടും നന്ദി സമയം അറിയിച്ചു. ഇത് പ്രേം കേരളയിൽ വിളിച്ച് പറയുന്ന വിഷയങ്ങൾ നമ്മൾ ഒന്നിച്ച് ചേർന്ന് കുടുംബാംഗങ്ങളും ചേർന്ന് പ്രാർത്ഥിക്കും. നമ്മളിവിടെ വായിക്കുമ്പോൾ നമ്മുടെ പ്രിയപ്പെട്ടവർ ചേർന്ന് പ്രാർത്ഥിക്കുന്നു. ഓരോ വിഷയത്തിനും യേശു അത്ഭുതകരമായി മറുപടി നൽകിക്കൊണ്ടിരിക്കുന്നത് തത്സമയമായി നടക്കുന്ന ഒരു ആരാധനയാകിയാൽ ഇപ്പോൾ തന്നെ ആ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ താങ്കൾക്ക് വിളിക്കുവാൻ സാധിക്കും. പ്രേം കേരള കുടുംബാംഗങ്ങൾ അവർക്ക് പ്രേം കേരളയുടെ നമ്പർ മറ്റുള്ളവർക്ക് കൊടുക്കുകയും അവരങ്ങനെ നമ്പർ വിളിക്കുകയും ചെയ്യുന്നു. ഓരോരുത്തരെയും കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിക്കുന്നു. ദീപ്രദർ നമ്മുടെ കുടുംബയോഗങ്ങൾ പല സ്ഥലങ്ങളിലായിട്ട് നടക്കുന്നു. കഴിഞ്ഞ ശനിയാഴ്ച ട്രിവാൻഡ്രത്ത് വെച്ച് നമ്മുടെ കുടുംബയോഗങ്ങളുണ്ടായിരുന്ന അനേകം കുടുംബാംഗങ്ങൾ അവിടെ കടന്നു വന്നു. ഒന്നിച്ച് അവരെ കാണുവാൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ദൈവം നമുക്ക് അവസരം ഒരുക്കി തന്നു. ഇനിയും നാളെ നമുക്ക് പത്തനംതിട്ടയിൽ അബാൻ ഓഡിറ്റോറിയത്തിൽ, പത്തനംതിട്ട ടൗണിൽ തന്നെയുള്ള അബാൻ ഓഡിറ്റോറിയത്തിൽ വെച്ച് രാവിലെ 10 മണി മുതൽ ഉച്ചയ്ക്ക് 2 മണി വരെ പ്രേം കേരള കുടുംബയോഗം നടക്കുന്നു. മറ്റന്നാൾ ബുധനാഴ്ച നമുക്ക് രാവിലെ 10:30 മുതൽ വൈകുന്നേരം 7 മണി വരെ ചിറ്റൂർ റോഡിലുള്ള YMCAയിൽ വെച്ച് നാളെ കഴിഞ്ഞ് ബുധനാഴ്ച അത് നടക്കുന്നു. നാളെ 5-ാം തീയതി പത്തനംതിട്ട മീറ്റിംഗ്, നാളെ കഴിഞ്ഞ് 6-ാം തീയതി എറണാകുളത്ത് ചിറ്റൂർ റോഡിലുള്ള YMCAയിൽ വെച്ച് നമ്മുടെ കുടുംബയോഗം കൊണ്ട് രാവിലെ 10:30 മുതൽ 7 മണി വരെ ദീപ്രദർ. അതുമാത്രമല്ല 7, 8, 9 തീയതികളിൽ നമ്മുടെ ഉപവാസ പ്രാർത്ഥന, അതായത് ഈ വ്യാഴം, വെള്ളി, ശനി ദിവസങ്ങളിൽ നമ്മുടെ ഉപവാസ പ്രാർത്ഥന നടക്കുക. രാവിലെ 6 മുതൽ 7 വരെയുള്ള തത്സമയ ആരാധനയ്ക്ക് പ്രാർത്ഥനയ്ക്ക് ശേഷം വീണ്ടും 11 മുതൽ 12 വരെ നമ്മുടെ ഉപവാസ പ്രാർത്ഥന ഇതേ ചാനലിന് തത്സമയമായി ലോകരാജ്യങ്ങളിലേക്ക് എത്തിച്ചേരുന്നു. അതിനുവേണ്ടി നമുക്ക് ഒരുങ്ങണം, അതിനുവേണ്ടി പ്രാർത്ഥിക്കണം. കർത്താവ് ഓരോരുത്തരെയും സഹായിക്കട്ടെ. ഇത് ഇന്ന് രാവിലെ 6:05 ആയപ്പോൾ ഇവിടെ വന്നിരിക്കുന്ന ഒരു പ്രൈസ് റിപ്പോർട്ടാണ്. വർഗീസ് വെച്ചുചിറയിൽ നിന്ന് വിളിച്ചിരിക്കുന്നത്. റോസമ്മയുടെ പെങ്ങളുടെ മകളുടെ കാര്യമാണ് എഴുതിയിരിക്കുന്നത്. സ്ട്രോക്ക് വന്ന് സംസാരിക്കത്തില്ല, ശരീരം അനക്കത്തില്ല, മൂക്കിൽ കൂടെ ആണ് ഫീഡ് ചെയ്തുകൊണ്ടിരുന്നത്. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് പ്രാർത്ഥിക്കുന്ന കാലത്തിൽ ഈ വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ അറിയിച്ചു. ഇപ്പോൾ വന്നിരിക്കുന്ന പ്രൈസ് റിപ്പോർട്ട് പ്രേം കേരളയിൽ ചേർന്ന് പ്രാർത്ഥിച്ചു. ഇപ്പോൾ കയ്യും കാലും അനക്കുവാൻ തുടങ്ങി, ചെറുതായിട്ട് സംസാരിക്കുവാൻ തുടങ്ങി, ആഹാരം കഴിക്കാൻ തുടങ്ങി. നോക്കിയ യേശു എത്ര വലിയവനാ. ഒന്നും കഴിക്കാതെ, ഇതൊന്നും ചെയ്യുവാൻ കഴിയാതെ, സംസാരിക്കാൻ കഴിയാതെ, ശരീരം അനക്കുവാൻ കഴിയാതെ ആഹാരം മൂക്കിലൂടെ കൊടുത്തുകൊണ്ടിരുന്ന സമയത്ത് ദൈവത്തിന്റെ സാന്നിധ്യത്തിൽ യേശുവിന്റെ അടുക്കൽ ഈ വിഷയം വന്നപ്പോൾ യേശു അതിനകത്ത് പ്രവർത്തിക്കാൻ തുടങ്ങി. അങ്ങനെയാണെങ്കിൽ പ്രവർത്തിക്കാൻ തുടങ്ങിയാൽ അവൻ പൂർണ്ണമായും സൗഖ്യമാക്കുവാൻ മതിയായ കർത്താവാണ്. തീർച്ചയായിട്ടും തിരുവചനം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നു അവൻ സകലതും നല്ലതായി ചെയ്യുന്നുവെന്ന്. തീർച്ചയായിട്ടും സിനിമയെ രക്ഷിപ്പാൻ കഴിയാതെ വണ്ണം അവന്റെ കരം കുറുകിയിട്ടില്ല, കേൾക്കുവാൻ കഴിയാതെ വണ്ണം അവന്റെ ചെവി മന്ദമായി പോയിട്ടില്ല എന്ന് ദൈവത്തിന്റെ വചനം പഠിപ്പിക്കുമ്പോൾ നമ്മുടെ പ്രാർത്ഥനയെ അവൻ ശ്രദ്ധിക്കുന്നു. നമ്മുടെ പ്രാർത്ഥനയ്ക്ക് യേശു മറുപടി നൽകുന്നു. അങ്ങനെയാണെങ്കിൽ ദീപ്രദർ ഈ നിമിഷം നമ്മൾ രണ്ടുപേരും മാത്രമല്ല, നമ്മുടെ പ്രേം കേരള കുടുംബാംഗങ്ങൾ എല്ലാവരും ചേർന്ന് പ്രാർത്ഥിക്കാൻ പോകും. രോഗ അവസ്ഥയിലൂടെ കടന്നു പോകുന്ന ഓരോരുത്തരെയും യേശു ഈ പ്രഭാതത്തിൽ തന്നെ തൊട്ട് സൗഖ്യമാക്കണേ. പലരും ഹോസ്പിറ്റലിൽ കിടന്ന് ഈ ആരാധന പങ്കെടുക്കുന്നുണ്ട്. ബെഡിൽ നിന്നും എഴുന്നേൽക്കാൻ കഴിയാതെ ശരീരം തളർന്നു കിടക്കുന്ന വ്യക്തികൾ ഇന്ന് ഈ ആരാധനയിൽ പങ്കെടുക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ വായിച്ച ആ പ്രിയ സഹോദരന് ആ വ്യക്തിക്ക് ആ കൈയും കാലും അനക്കുവാൻ തുടങ്ങി, ചെറുതായിട്ട് സംസാരിക്കാൻ തുടങ്ങി, അതുമാത്രമല്ല ആഹാരം കഴിക്കാൻ തുടങ്ങി. കർത്താവ് അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചെങ്കിൽ താങ്കൾക്ക് വേണ്ടി കർത്താവ് പ്രവർത്തിക്കും. നമ്മൾ പ്രാർത്ഥിക്കുന്നതിന് മുൻപായി കരങ്ങൾ ദൈവത്തിന്റെ സന്നിധിയിൽ ഉയർത്തി വിശ്വാസം
വിശ്വാസത്തോടുകൂടെ ഈ പാട്ട് ചേർന്ന് പാടിയാട്ടെ. ഹൃദയത്തിൽ തോന്നിയതെല്ലാം ഒരു കണ്ണും അത് കണ്ടിട്ടില്ല, കാതുകളും അത് കേട്ടതില്ല. ഹൃദയത്തിൽ തോന്നിയതെല്ലാം ഒരു കണ്ണും അത് കണ്ടിട്ടില്ല, കാതുകളും അത് കേട്ടതില്ല. ഹൃദയത്തിൽ തോന്നിയതെല്ലാം. നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. രോഗാവസ്ഥയിൽ കടന്നു പോകുന്ന ഓരോ പ്രിയപ്പെട്ടവരെയും യേശു തൊട്ട് സൗഖ്യമാക്കുവാൻ കർത്താവ് ഇന്ന് പകൽ വലിയ വിടുതലുകൾ ഓരോരുത്തരും നൽകേണ്ടതിനായി. അപ്പോൾ തന്നെ ഇന്ന് മെഡിക്കൽ ചെക്കപ്പിനായിട്ട് കടന്നു പോകുന്നവരുണ്ട്, പല ടെസ്റ്റുകൾക്ക് വേണ്ടി പോകുന്നവരുണ്ട്. എല്ലായിടത്തും നല്ല റിസൾട്ട് ദൈവം നൽകേണ്ടതിനായി, എല്ലാം നോർമൽ ആകേണ്ടതിനായി, യേശുവിന്റെ സൗഖ്യം ഓരോരുത്തരും അനുഭവിക്കേണ്ടതിനായി ഒന്നിച്ച് തീർച്ചയായിട്ടും സിനിമത്തിലെ പ്രാർത്ഥിക്കണം. ഇപ്പോൾ വന്നൊരു വിഷയം എറണാകുളത്തും സുനിത നമ്മളെ അറിയിച്ചിരിക്കുന്നത് കഠിനം സാമ്പത്തികമായ ബുദ്ധിമുട്ട് നിമിത്തം വളരെയേറെ പ്രയാസപ്പെടുന്നു. രാത്രിയിൽ ഉറങ്ങുവാൻ സാധിക്കുന്നില്ല. വാടക വീട്ടിലാണ് താമസിക്കുന്ന, വാടക പോലെ കൊടുക്കുവാൻ സാധ്യമല്ലാതെ സ്വസ്ഥതയില്ലാതായിരിക്കും. തത്സമയം നടക്കുന്ന പ്രാർത്ഥനയും ആരാധനയിലും ഇപ്പോൾ തന്നെ ലോകത്തിലെ വിവിധ രാജ്യങ്ങളിൽ അനേകം പ്രിയപ്പെട്ടവർ ഇപ്പോൾ തന്നെ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നു. തീർച്ചയായും കർത്താവ് അത്ഭുതകരമായ വഴികളും വാതിലുകളും ജീവിതങ്ങൾക്ക് തുറന്നിരുന്നു. ഇത് ഇപ്പോൾ കൊട്ടാരക്കരയിൽ നിന്നും ജിജി എന്നൊരു സഹോദരി വിളിച്ചു പറഞ്ഞ ഒരു പ്രാർത്ഥനാ വിഷയമാണ്. ഭവനത്തിൻ്റെ പണി പൂർത്തീകരിക്കാൻ കഴിയാതെ വളരെയേറെ ഭാരപ്പെട്ട സമയത്തായിരുന്നു പ്രേയിങ് കേരളയിൽ പ്രാർത്ഥനയ്ക്ക് വേണ്ടി അപേക്ഷിച്ചത്. പ്രാർത്ഥനയുടെ ഫലമായി ഭവനത്തിൻ്റെ പണി വേഗത്തിൽ പൂർത്തീകരിക്കുവാൻ സാധിച്ചു. അപ്പോൾ തന്നെ മറ്റൊരു പ്രാർത്ഥനാ വിഷയം വന്നിരിക്കുന്ന കോഴിക്കോട് നിന്ന് വിളിച്ചിരിക്കുന്ന ഡെന്നിസ് എന്നൊരു സഹോദരനാണ്. IELTSന്റെ എക്സാം ഫസ്റ്റ് തേർഡ് ചാൻസ് അറ്റൻഡ് ചെയ്തുകൊണ്ടിരുന്നപ്പോഴായിരുന്നു പ്രാർത്ഥിക്കുന്ന കേരളത്തിൽ പ്രാർത്ഥനയ്ക്ക് വേണ്ടി അപേക്ഷിച്ച് പ്രാർത്ഥനയുടെ ഫലമായിട്ട് ആ എക്സാം പാസ്സാകുവാൻ തക്കവണ്ണം കർത്താവ് സഹായിച്ചു. തീർച്ചയായിട്ടും ഷൈജു ബ്രദറെ, നമ്മളിവിടെ പ്രാർത്ഥിക്കുമ്പോൾ നമ്മളോടുകൂടെ ലോകത്തിൻ്റെ വിവിധ രാജ്യങ്ങളിൽ ഒരുപാട് പ്രിയപ്പെട്ടു നമ്മളോട് കൂടെ ചേർന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് അത്ഭുതങ്ങളെ ചെയ്യുന്നു. നമുക്കറിയാം നമ്മുടെ മുൻപിലിരിക്കുന്ന ഓൾട്ടർ ഞാൻ കഴിഞ്ഞ കുറച്ച് മുമ്പ് ഓർമ്മപ്പെടുത്തിയതുപോലെ പ്രേയിങ് കേരളയിൽ ഒരു വട്ടമെങ്കിലും നമ്മളെ വിളിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവരുടെ വിഷയങ്ങൾ ഇവിടെയുണ്ട്. പലതരത്തിലുള്ള പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്നവരുടെ വേദന നിറഞ്ഞ അനുഭവങ്ങളാണ് നമ്മുടെ മുൻപിലിരിക്കുന്നത്. മദ്യപാന നിമിത്തം കുടുംബത്തിൽ സ്വസ്ഥതയില്ലാതെ സമാധാനമില്ലാത്തവർ, അപ്പോൾ തന്നെ കേസ് സംബന്ധമായ വിഷയത്തിലൂടെ കടന്നു പോകുന്നവർ, രോഗത്തിലൂടെ കടന്നു പോകുന്ന പല പ്രിയപ്പെട്ടവരുടെ നീറുന്ന വിഷയങ്ങളിരിക്കുമ്പോൾ നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. അപ്പോൾ തന്നെ തീർച്ചയായിട്ടും നിങ്ങളുടെ പരക്കളിലും പ്രാർത്ഥനാ വിഷയങ്ങൾ വന്നിട്ടുണ്ടെന്ന് അറിയാം. ഇവിടെ വട്ടിയൂർക്കാവിൽ നിന്ന് ഒരു ഷീല എന്ന സഹോദരി വിളിച്ചു പറഞ്ഞിരിക്കുന്നത് കൂടെ തലവർക്കമുണ്ട്, കാഴ്ചമാകുന്നു, അതുപോലെ 42 വയസ്സിൻ്റെ വിവാഹം നടക്കാതിരിക്കുന്നു, അതുപോലെ ജോലി ലഭിക്കണം, പ്രാർത്ഥിക്കണമെന്ന് വിളിച്ചു പറഞ്ഞിരിക്കുന്നു. മകനെ 2 മാസമായിട്ട് ശമ്പളം കിട്ടുന്നില്ല, പ്രാർത്ഥനയെ ചോദിച്ചിരിക്കുന്നു. ഇതിനെ ചേരുന്ന സഹോദരനായിട്ട് വാട്ടത്തുനിന്ന് വിളിച്ചു പറഞ്ഞിരിക്കുന്നത് ശരീരത്തിൻ്റെ ഒരു സൗഖ്യം ഉണ്ടാവണമെന്ന് വിളിച്ചു പറഞ്ഞിരിക്കുന്നു. കണ്ണൻ എറണാകുളം നിന്ന് വിളിച്ചിരിക്കുന്നത് ഭയങ്കര കടമാണ്, കടം വീടണം, അതുപോലെ സ്ഥലം വിൽക്കുവാനും കൊണ്ടുണ്ട്, ആ വിൽപ്പന നടക്കേണ്ടതിന് വേണ്ടി പ്രാർത്ഥന ചോദിച്ചിരിക്കുന്നു. തോമസ് എന്ന സഹോദരൻ പുനരുവെന്ന് വിളിച്ചു പറയുന്നത് ശരീരത്തിൽ നീരുണ്ട്, പ്രാർത്ഥിക്കണമെന്ന് വിളിച്ചു പറഞ്ഞിരിക്കുന്നു. തീർച്ചയായിട്ടും ഷൈജു ബ്രദറെ, നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഈ വിഷയങ്ങളുടെ മേലെല്ലാം കർത്താവിൻ്റെ അത്ഭുതകരമായ വിടുതലും സൗഖ്യവും ജീവിതങ്ങൾ അനുഭവിക്കേണ്ടതിന്. അപ്പോൾ തന്നെ പ്രേയിങ് കേരളയുടെ കുടുംബയോഗങ്ങൾ പലയിടങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുന്ന നാളെ പത്തനംതിട്ടയിൽ 10 മണി മുതൽ അബാൻ ഓഡിറ്റോറിയത്തിൽ വെച്ച് നമ്മുടെ പ്രേയിങ് കേരളയുടെ കുടുംബയോഗം നടക്കുന്നു. തീർച്ചയായിട്ടും ഞങ്ങൾ എല്ലാ പ്രിയപ്പെട്ടവരെയും ഞങ്ങൾ അതിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതിനുശേഷം നാളെ കഴിഞ്ഞിട്ട് എറണാകുളത്ത് നമ്മുടെ പ്രേയിങ് കേരളയുടെ മീറ്റിംഗ് നടക്കുന്നു. രാവിലെ
10:30 മുതൽ ആരംഭിക്കുന്ന പ്രിയങ്കയുടെ വൈകിട്ട് 7 വരെയുള്ള സമയത്ത് പ്രിയങ്കയുടെ മീറ്റിംഗ് നടക്കുന്നു. തീർച്ചയായിട്ടും എല്ലാ പ്രിയപ്പെട്ടവരെയും ഞങ്ങൾ അതിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. കർത്താവ് നൽകുന്ന സൗഖ്യവും വിടുതലും സന്തോഷവും സമാധാനവും ഓരോ കുടുംബങ്ങളും അനുഭവിക്കേണ്ടതിനായി നമുക്ക് ഒരുമിച്ച് ഈ ഓർഡറിന് മേൽ കരം വെച്ച് നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഷൈജു ബ്രദർ പ്രാർത്ഥിച്ചാണ്. സ്വർഗീയ പിതാവേ, നിനക്ക് നന്ദിയോടെ സ്തോത്രം ചെയ്തു. കർത്താവേ, നിരവധി രോഗങ്ങളാൽ ഭാരപ്പെടുന്ന മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. പൂർണ്ണ സൗഖ്യം കർത്താവ് കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, കടഭാരങ്ങളാൽ ഭാരപ്പെടുന്ന മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, കടം മേടിക്കുന്ന മക്കൾ, കർത്താവെ, കടം കൊടുക്കുന്ന മക്കളെ തീരണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, നാളെയും ഒക്കെ നടക്കാൻ പോകുന്ന കുടുംബയോഗങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ കർത്താവ് അവിടുത്തെ ശുശ്രൂഷകൾ അനുഗ്രഹപ്രദമായി തീർണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ഓർഡർ വെച്ചിരിക്കുന്ന ഓരോ വിഷയങ്ങൾക്കും യേശുവിന്റെ നാമത്തിൽ കർത്താവ് അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടിക്കൽ സ്തോത്രം യേശുവിന്റെ നാമത്തിൽ തന്നെ. കഴിഞ്ഞ ശനിയാഴ്ച നമ്മുടെ കുടുംബയോഗം പ്രിയങ്കല കുടുംബയോഗം ട്രിവാൻഡ്രത്ത് വെച്ച് നടന്നു. അനേക കുടുംബാംഗങ്ങൾ ആ കുടുംബയോഗത്തിൽ കടന്നു വന്നു. അവർ പ്രാർത്ഥനാ വിഷയങ്ങൾ എഴുതി പ്രാർത്ഥിച്ചിട്ട് കടന്നുപോയി. പലർക്കും ആ ഹോളിനകത്ത് ഇരിക്കുമ്പോൾ തന്നെ അവർ പ്രാർത്ഥനാ വിഷയം എഴുതിയ വിഷയത്തിന് മറുപടി ആയത് ആ സാക്ഷ്യം അവർ പറയുവാനിടയായി. നമ്മുടെ കർത്താവ് ക്ഷണത്തിൽ പ്രവർത്തിക്കുന്ന ദൈവം അന്ന് ട്രിവാൻഡ്രത്ത് വന്ന പ്രിയപ്പെട്ട പ്രാർത്ഥനാ വിഷയങ്ങൾ നമ്മുടെ ഈ കരങ്ങളിലിരിക്കുന്നത് പലരും പല വേദനയുടെ പ്രയാസങ്ങളുടെ കടന്നു പോയിക്കൊണ്ടിരിക്കുക. നമുക്ക് അവരെ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാം. അത്ഭുതകരമായ സൗഖ്യവും വിടുതലും ഓരോരുത്തരും നൽകണം. പല പ്രിയപ്പെട്ട ഹോസ്പിറ്റലിൽ കിടക്കുന്ന വിവരങ്ങൾ ഇതിനകത്തുണ്ട്. സാമ്പത്തികമായ ബുദ്ധിമുട്ടുള്ള പ്രയാസങ്ങളെ കടന്നു പോകുന്നവരുണ്ട്. മക്കളുടെ വിഷയങ്ങളുണ്ട്. ഭവനമില്ലാത്തതുകൊണ്ട് കേസുകൾ കടന്നു പോകുന്നവരുണ്ട്. പല പ്രിയപ്പെട്ടവരും 5, 6 കേസ് വരെ ഉള്ള ഒരു വ്യക്തി അവിടെ കടന്നു വന്നു. പക്ഷെ അദ്ദേഹം പറഞ്ഞു പ്രാർത്ഥിക്കണം. യേശു അല്ലാതെ മറ്റാരുമില്ല സഹായിക്കാൻ വേണ്ടി. ആ കർത്താവ് അവരെ വിടുവിക്കേണ്ടതിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവത്തിൻ്റെ സാന്നിധ്യം ഓരോരുത്തരും കൂടിയിരിക്കണം. അപ്പോൾ തന്നെ ഇന്നലെ അവിടെ വൈകുന്നേരം നമ്മൾ പോരുന്ന ആ സമയം വരെയും ആൾക്കാർക്ക് ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുക. അപ്പോൾ ഇന്നലെ അവിടെ കടന്നു വന്നൊരു കുടുംബം, അവിടുത്തെ ഗ്രാൻഡ് മദറിൻ്റെ ഒരു ഫോട്ടോയാണ് ഇത്. പ്രിയങ്കയിൽ ഇത് പ്രത്യേകം തന്നിട്ട് എല്ലാ പ്രിയപ്പെട്ടവരും അത് കാണിക്കണമെന്ന്. ഈ അമ്മ ഇങ്ങനെ തന്നെ കുനിഞ്ഞ നിൽക്കുന്നതും നടക്കുന്നതും എല്ലാം വളരെ പ്രയാസപ്പെട്ടാണ് ആ കുടുംബം കടന്നു പോകുന്നത്. അപ്പോൾ തന്നെ ആ അമ്മയ്ക്ക് മോളും അവർക്ക് 2 മോളും അവർ മാത്രമേ ആ കുടുംബത്തിൽ 4 സ്ത്രീകളാണ്. അവരെ ഹസ്ബൻഡ് മരിച്ചുപോയി. അപ്പോൾ കുടുംബത്തിൽ വളരെയധികം സാമ്പത്തികമായ ബുദ്ധിമുട്ടിലും പ്രയാസങ്ങളിലൊക്കെ ആ കുടുംബം കടന്നു പോകുന്നത്. പക്ഷേ യേശുവിൽ ആശ്രയിച്ച് യേശുവിൽ സന്തോഷത്തോടുകൂടി അവർ മുമ്പോട്ട് പോകുന്നു. അവർ പറയുന്ന കാര്യം, യേശു ഞങ്ങളോട് കൂടി ഉള്ളതുകൊണ്ട് ഓരോ ദിവസവും അത്ഭുതകരമായിട്ട് അവർ മുമ്പോട്ട് പോകുന്നു. അപ്പോൾ ആ കുടുംബത്തിന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കണമെന്ന് നമ്മൾ പ്രത്യേകം അറിയിച്ചു. അതുമാത്രമല്ല, ബാക്കി ഓരോ വിഷയങ്ങളും അതേപോലെ തന്നെ പ്രാധാന്യമുള്ളതാണ്. കാര്യം അവർ കടന്നു പോകുന്ന വേദന ചെറുതോ വലുതോ അല്ല, അങ്ങനെയല്ല. യേശുവിൻ്റെ സന്നിധിയിൽ അവർ വിലപ്പെട്ടവരാകിയാൽ അവരുടെ സകല വിഷയം വിലയേറി തന്നെ. ബ്രദറെ, നമുക്ക് ഒന്നിച്ച് കരങ്ങൾ ഇതിൻ്റെ മേൽ വെച്ച് നമുക്ക് ചേർന്ന് പ്രാർത്ഥിക്കാം. നമ്മൾ മാത്രമല്ല, നമ്മുടെ കുടുംബാംഗങ്ങൾ ഒന്നിച്ച് ചേർന്ന് പ്രാർത്ഥിക്കുന്നത്. ഇപ്പോൾ തന്നെ
താങ്കളുടെ സ്ക്രീനിൽ ആ പ്രാർത്ഥനാ വിഷയങ്ങളുണ്ടല്ലോ. നമുക്ക് ഒന്നിച്ച് ഇതിന്മേൽ കരം വെച്ച് ഞങ്ങൾ ഇതിന്മേൽ വെച്ച് പ്രാർത്ഥിക്കുമ്പോൾ താങ്കളും ആ കരങ്ങൾ ഇതിന് നേരെ നീട്ടിയാട്ടെ. ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് ഇതിൻ്റെ തൊട്ട് മുമ്പുള്ള ഓൾട്ടർ എന്ന് പറയുന്നത് പ്രേയിങ് കേരള കുടുംബയോഗങ്ങളിൽ വന്ന് പ്രാർത്ഥനാ വിഷയം എഴുതി തന്ന ആ പ്രാർത്ഥനാ വിഷയങ്ങൾ നമ്മുടെ ഈ ഓൾട്ടറിന് നമ്മുടെ മുമ്പിൽ നിൽക്കുന്ന. അപ്പോൾ തന്നെ ഒരു സൈഡിൽ വിടുതൽ റിപ്പോർട്ട്, മറ്റൊരു സൈഡിൽ പ്രാർത്ഥനാ വിഷയങ്ങളും. അതെ, നമ്മൾ വരുന്ന ഒരു വിഷയം പോലും, ഒരു പ്രാർത്ഥനാ വിഷയം പോലും നമ്മൾ കേട്ടുവിടുന്നില്ല. നമ്മൾ പ്രാർത്ഥനാ വിഷയം ഫോമിൽ എഴുതി വെച്ച നമ്മൾ പ്രാർത്ഥിക്കുന്നത് യേശു ഓരോരുത്തരെയും തൊട്ട് സൗഖ്യമാക്കേണ്ടതിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കും. ആത്മഹത്യയുടെ വക്കിൽ കിടക്കുന്ന ജീവിതങ്ങളെ യേശു വിടുവിക്കുന്നു. പ്രേയിങ് കേരള എന്ന് പറയുന്നത് പ്രാർത്ഥിക്കുന്ന കേരളം. അപ്പോൾ തന്നെ ആത്മഹത്യ ഇല്ലാത്തൊരു കേരളത്തിന് വേണ്ടിയും കൂടിയാണ് നമ്മൾ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നത്. അവസാന വ്യക്തിയുടെയും കണ്ണുനീർ യേശു തുടയ്ക്കണം. അത് പ്രേയിങ് കേരളയിൽ അത് യേശു ചെയ്യണം. അതിനായിട്ട് നമുക്ക് ഒന്നിച്ച് കഴിയുമെങ്കിൽ ആ സ്ഥലത്ത് എഴുന്നേറ്റ് നിന്നുകൊണ്ട് നമ്മൾ ഒന്നിച്ച് ചേർന്ന് പ്രാർത്ഥിക്കുമ്പോൾ ദീപർ പ്രാർത്ഥിച്ചാട്ടെ. നല്ല പിതാവേ, നിനക്ക് ഞങ്ങൾ നന്ദിയോടെ സ്തോത്രം ചെയ്യുമ്പോൾ ഞങ്ങൾ ഈ പ്രഭാതത്തിൽ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ, യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ ഓരോ കുടുംബങ്ങളെയും ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. രോഗത്തിലായിരിക്കുന്നവർക്കായി, കുടുംബത്തിൽ സമാധാനമില്ലാത്തവർക്കായി, പലതരത്തിലുള്ള പ്രശ്നങ്ങൾ കടന്നു പോകുന്ന ഓരോ കുടുംബങ്ങളെയും നിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുമ്പോൾ എല്ലാവരുടെ മേലും നിന്റെ കൃപയും സാന്നിധ്യവും സൗഖ്യവും സമാധാനവും വിടുതലും ശക്തിയും കർത്താവേ ഇപ്പോൾ തന്നെ പകരപ്പെടട്ടെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, നീ അത് ചെയ്യുന്നതിനായി നന്ദി. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. യേശുവേ ദൈവമേ, നീ എന്നും മതിയായവൻ. അനുഭവിച്ചു നിൻ സ്നേഹം ഞാൻ രുചിച്ചറിഞ്ഞു. നിന്നാലും ഞാൻ അനുഭവിച്ചു നിൻ സ്നേഹം ഞാൻ രുചിച്ചറിഞ്ഞു. യേശുവേ ദൈവമേ, നീ എന്നും മതിയായവൻ. യേശുവേ എൻ ദൈവമേ, നീ എന്നും മതിയായവൻ. യേശുവേ എൻ ദൈവമേ, നീ എന്നും മതിയായവൻ. യേശുവേ എൻ ദൈവമേ, നീ എന്നും മതിയായവൻ. രാവിലെ പ്രേയിങ് കേരളയുടെ തുടക്ക സമയത്ത് നമ്മൾ വായിച്ച വേദഭാഗം എന്ന് പറയുന്നത് യെശയ്യാപ്രവചനം 25-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യമാണ്. അതിങ്ങനെ നമ്മൾ വായിക്കുന്നത്: യഹോവേ, നീ എൻ്റെ ദൈവമാകുന്നു, ഞാൻ നിന്നെ പുകഴ്ത്തും, ഞാൻ നിന്റെ നാമത്തെ സ്തുതിക്കും. നീ അത്ഭുതമായി പണ്ടേയുള്ള ആലോചനകളെ വിശ്വസ്തയോടും സത്യത്തോടും കൂടെ അനുഷ്ഠിച്ചിരിക്കുന്നുവല്ലോ. ഇവിടെ പറയുന്ന കാര്യം, നീ അത്ഭുതമായി പണ്ടേയുള്ള ആലോചനകളെ വിശ്വസ്തയോടും സത്യത്തോടും കൂടി അനുഷ്ഠിച്ചിരിക്കുന്നുവല്ലോ. അതിൻ്റെ അർത്ഥം, നമ്മളെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ ആലോചനകൾ അവൻ അത് നിർവഹിക്കുന്ന ദൈവമാണ്. അത്ഭുതകരമായി വിശ്വസ്തയോടുകൂടെ സത്യത്തോടുകൂടെ അവൻ അത് അനുഷ്ഠിക്കുന്ന ദൈവമാണ്. ഇനി നമ്മളെക്കുറിച്ചുള്ള ആലോചനകൾ എങ്ങനെയാണെന്നും യെശയ്യാപ്രവചനം 55-ാം അധ്യായം അതിന് 8-9 വാക്യങ്ങൾ രേഖപ്പെടുത്തുന്നു. യെശയ്യാപ്രവചനം 55-ാം അധ്യായം 8-9 വാക്യങ്ങൾ ഒന്ന് വായിച്ചാട്ടെ. എന്റെ വിചാരങ്ങൾ നിങ്ങളുടെ വിചാരങ്ങളല്ല, നിങ്ങളുടെ വഴികൾ എന്റെ വഴികളുമല്ല എന്ന് യഹോവ അരുളിച്ചെയ്യുന്നു. ആകാശം ഭൂമിക്ക് മീതെ ഉയർന്നിരിക്കുന്നത് പോലെ എൻ്റെ വഴികൾ നിങ്ങളുടെ വഴികളിലും എൻ്റെ വിചാരങ്ങൾ നിങ്ങളുടെ വിചാരങ്ങളിലും ഉയർന്നിരിക്കുന്നു. ദീപുബ്രദറിനെ കുറിച്ചുള്ള പല പ്ലാനുകളും ആലോചനകളും ഉണ്ട്. എനിക്കും അങ്ങനെ തന്നെയാണ്, നമ്മുടെ പ്രേയിങ് കേരള കുടുംബാംഗങ്ങൾക്ക് അങ്ങനെ തന്നെയാണ്. പക്ഷെ ദൈവം പറയുന്നൊരു കാര്യമുണ്ട്: നിന്റെ വഴിയല്ല എൻ്റെ വഴികൾ, നിങ്ങളുടെ വിചാരങ്ങളല്ല എൻ്റെ വിചാരങ്ങൾ. പിന്നെയോ, ആകാശം ഭൂമിക്ക് മീതെ ഉയർന്നിരിക്കുന്നത് പോലെ നിങ്ങളുടെ വഴികളിലും നിങ്ങളുടെ വിചാരങ്ങളിലും എൻ്റെ വഴികളും എൻ്റെ വിചാരങ്ങളും
നിങ്ങൾക്ക് വേണ്ടിയുള്ളത് ഉയർന്നതാണ്. നമുക്ക് വേണ്ടി മാത്രമല്ല, പ്രിയങ്കല കുടുംബാംഗങ്ങൾ ഓരോരുത്തരോടും ദൈവം ഇന്ന് പലരും സംസാരിക്കുന്നത് നിങ്ങൾക്ക് വേണ്ടിയുള്ള എൻ്റെ ആലോചനകൾ, നിങ്ങൾക്ക് വേണ്ടിയുള്ള എൻ്റെ വഴികൾ അത് ഉയർന്നതാ. എങ്ങനെ ഉയർന്നതാണെന്നാ ദൈവം പറഞ്ഞിരിക്കുന്നത്? ആകാശം ഭൂമിക്ക് മീതെ ഉയർന്നിരിക്കുന്നത് പോലെ താങ്കൾക്ക് വേണ്ടിയും എനിക്ക് വേണ്ടിയും ഉയർന്ന ചിന്തകൾ ഉള്ള ദൈവം. 25 നമ്മൾ വായിച്ചതുപോലെ നമ്മളെ കുറിച്ചുള്ള ആലോചനകൾ അവൻ വിശ്വസ്തയോടുകൂടെ സത്യത്തോടും കൂടെ അവൻ നിറവേറ്റുന്ന ദൈവമാണ്. അങ്ങനെയാണെങ്കിൽ എനിക്ക് വേണ്ടി ദൈവത്തിന്റെ പക്കലുള്ളത് ഉയർന്ന ചിന്തകളാണ്. തീർച്ചയായിട്ടും സിനിമ ഇത് തത്സമയം നടന്നുകൊണ്ടിരിക്കുന്ന പ്രാർത്ഥനയും ആരാധനയും നമുക്കറിയാം. പലതരത്തിലുള്ള പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്ന ഒരുപാട് പ്രിയപ്പെട്ടവർ ഇപ്പോൾ തന്നെ ഈ ശുശ്രൂഷയിൽ ഇപ്പോൾ പങ്കെടുക്കുന്നുണ്ട്. ദൈവത്തിന് നമ്മളെക്കുറിച്ചുള്ള പദ്ധതി ഒരു വേള അവർക്ക് തിരിച്ചറിയാൻ കഴിയാതെ വളരെ ഭാരപ്പെട്ട നിരാശയോട്, ഒരുവേള ഒരു രോഗമായിരിക്കാം, അല്ലെങ്കിൽ സാമ്പത്തികമായ ഒരു തകർച്ചയായിരിക്കാം, അല്ലെങ്കിൽ കുടുംബങ്ങളുടെ വിഷയമായിരിക്കാം, അവർക്ക് തല ഉയർത്തുവാൻ കഴിയാതെ നിരാശപ്പെട്ട് കിടക്കുമ്പോൾ തീർച്ചയായിട്ടും ഈ ദൈവത്തിൻ്റെ ശബ്ദം തീർച്ചയായിട്ടും ആ കുടുംബങ്ങൾക്ക് വേണ്ടിയിരുന്നു. അപ്പോൾ അങ്ങനെയെങ്കിൽ അവർ രോഗിയായിട്ട് കിടക്കാനല്ല ദൈവം ആഗ്രഹിക്കുന്നത്, അതിലും ഉയർന്ന ഒരു പദ്ധതി ദൈവത്തിന് അവരെ ഉണ്ടാകും. തീർച്ചയായിട്ടും അതുപോലെ ഒരു സാമ്പത്തിക തകർച്ചയിലൂടെ കടന്നു പോകുന്ന അവർ നശിച്ചു പോകുവാനല്ല ദൈവം ആഗ്രഹിക്കുന്നത്. തീർച്ചയായും കുറച്ചു മുമ്പ് നമ്മൾ കേട്ടതുപോലെ അതിന്റെ നടുവിലും ഒരു വഴി തുറന്ന് ദൈവം നമ്മെ സഹായിക്കുവാൻ ആഗ്രഹിക്കും. ഇപ്പോൾ ഒരുപക്ഷെ ഈ ആരാധനയെ പങ്കെടുത്തുകൊണ്ടിരിക്കുമ്പോൾ അവരുടെ അവസ്ഥ എന്ന് പറഞ്ഞാൽ ഇതുപോലെ ചിലപ്പോൾ തകർന്ന അനുഭവത്തിലായിരിക്കാം, എല്ലാം വഴികൾ അടഞ്ഞ അനുഭവത്തിലൂടെ ആയിരിക്കാം ഇപ്പോൾ പോകുന്നത്. പക്ഷേ കർത്താവ് നമ്മളോട് പറഞ്ഞത് ഇപ്പോഴത്തെ സ്ഥിതി അതാണെങ്കിലും എനിക്ക് നിങ്ങളെക്കുറിച്ചുള്ള ആലോചന, വഴികൾ, ചിന്തകൾ എന്ന് പറയുന്നത് ആകാശം ഭൂമിക്ക് മീതെ ഉയർന്നിരിക്കുന്നത് പോലെയാണ്. അങ്ങനെയാണെങ്കിൽ ആ ഉയർന്ന നിലയിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്ന കർത്താവ് യെശയ്യാ 25:1 നമ്മൾ വായിച്ചതുപോലെ നമ്മെക്കുറിച്ചുള്ള അവൻ്റെ ആലോചനകൾ അവൻ വിശ്വസ്തയോടും സത്യത്തോടും കൂടെ അനുഷ്ഠിക്കുന്ന ദൈവം, അത് നിറവേറ്റുന്ന ദൈവമാണ്. അങ്ങനെയാണെങ്കിൽ ഇന്ന് പകൽ നമ്മുടെ കുടുംബാംഗങ്ങൾക്ക് വേണ്ടി നമ്മൾ ചേർന്ന് പ്രാർത്ഥിക്കാൻ പോകുക. കഴിയുമെങ്കിൽ ആ സ്ഥലത്ത് എഴുന്നേറ്റ് കർത്താവിനോട് പറ, കർത്താവ് എന്നെക്കുറിച്ചുള്ള അങ്ങയുടെ ആലോചനകൾ വലുതാണല്ലോ, എന്നെക്കുറിച്ചുള്ള അങ്ങയുടെ ചിന്തകൾ വലുതാണല്ലോ കർത്താവ്. ഞാൻ എൻ്റെ വഴികളും എൻ്റെ ചിന്തകളെല്ലാം നിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് തന്നുകൊണ്ട്, എന്നെ തന്നെ ഞാൻ നിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് തന്നുകൊണ്ട് ഞാൻ എന്നെ സമർപ്പിക്കുന്നു എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കാൻ തയ്യാറാണെങ്കിൽ കർത്താവ് നമ്മളെ കരം പിടിച്ച് ഉയർത്തുവാൻ മതിയായവന. ഇന്ന് പകൽക്കാലം ആ സ്ഥലങ്ങളിൽ എഴുന്നേറ്റ് നിന്ന് കഴിയുമെങ്കിൽ കരങ്ങളും ദൈവത്തിൻ്റെ സന്നിധിയിൽ ഉയർത്തി നമ്മളെ തന്നെ സമർപ്പിച്ച് ചേർന്ന് പ്രാർത്ഥിക്കുമ്പോൾ ദീപു ബ്രദർ നമ്മൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുക. നമ്മൾക്ക് വേണ്ടി ദൈവം ഒരുക്കി വെച്ചിരിക്കുന്ന യിരെമ്യാ 29:11 വായിക്കുന്നത് പോലെ ശുഭകരമായത്, പ്രത്യാശ നൽകുന്ന അനുഗ്രഹിക്കപ്പെട്ട ഭാവി നമുക്ക് വേണ്ടി ഉള്ളത് കൊണ്ട് ആ സ്ഥലത്ത് എഴുന്നേറ്റ് നിന്ന് കരങ്ങൾ ഉയർത്തി ചേർന്ന് പ്രാർത്ഥിക്കുമ്പോൾ ദീപു ബ്രദർ ഓരോരുത്തരെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കും. നല്ല പിതാവേ, നിനക്ക് ഞങ്ങൾ നന്ദിയോടെ സ്തോത്രം ചെയ്യുമ്പോൾ ഈ തത്സമയ പ്രാർത്ഥനയിലും ആരാധനയിലും പങ്കെടുക്കുന്ന ഓരോ കുടുംബങ്ങളെയും ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ, തിരുവചനത്തെ ഞങ്ങൾ ഇങ്ങനെ വായിക്കുന്നു തന്നെ, സ്നേഹിക്കുന്നവർക്ക് വേണ്ടി നീ ഒരുക്കിയിട്ടുള്ളത് ഒരു കണ്ണ് കണ്ടിട്ടില്ല, ഒരു ചെവി കേട്ടിട്ടില്ല, ഒരു മനുഷ്യന്റെയും ഹൃദയത്തിൽ തോന്നിയിട്ടില്ലല്ലോ. അങ്ങനെയെങ്കിൽ ശ്രേഷ്ഠകരമായ വഴികൾ യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ തന്നെ കർത്താവേ ആമീൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഓരോ കുടുംബത്തിന്റെ മേലും ഇപ്പോൾ വെളിപ്പെടട്ടെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. രോഗികൾ സൗഖ്യമായി തീരട്ടെ, സാമ്പത്തിക തകർച്ചയിലൂടെ കടന്നു പോകുന്നവർക്ക് കർത്താവേ ഇപ്പോൾ തന്നെ പുത്തൻ വഴികളും വാതിലുകളും തുറന്നു പോരട്ടെ. നിരാശയിലായിരിക്കുന്നവർക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ അങ്ങ് നൽകുന്ന പ്രത്യാശയാലും ജീവനാലും അവരിപ്പോൾ നിറയപ്പെടട്ടെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഓരോ പ്രിയപ്പെട്ടവരെ ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുമ്പോൾ നിന്റെ കൃപയും സാന്നിധ്യവും ബലവും ശക്തിയും ഓരോ കുടുംബത്തിന് മേലും വ്യാപരിക്കട്ടെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. നീ അത് ചെയ്യുന്നതിനായി നന്ദി, യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. കടന്നു വന്ന ഷൈജു ബ്രദറെ, ഇന്ന് പ്രേം കേരള 993 ദിവസമാണ് നമ്മൾ ദൈവത്തിന്റെ സന്നിധി നമ്മൾ കുടുംബാംഗങ്ങളോടൊപ്പം ആയിരിക്കുന്നത്. നമ്മുടെ ദൈവം വിശ്വസ്തനായ ദൈവം, അവൻ നമ്മളെ വഴിയിൽ ഉപേക്ഷിക്കുന്നവനല്ല. യേശു പറഞ്ഞു, ഞാനോ ലോക അവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടെയുണ്ട്. നമ്മളോട് കൂടെ എല്ലാ ദിവസവും എല്ലാ നിമിഷവും കൂടെ ഇരുന്ന് നമ്മളെ വഴി നടത്തുന്ന ദൈവം. ഇന്ന് 993 ദിവസം നിൽക്കുമ്പോൾ നമ്മൾ ദൈവത്തിന്റെ സന്നിധി സന്തോഷമുള്ളവർ, അപ്പോൾ തന്നെ നമ്മുടെ കുടുംബാംഗങ്ങൾ സന്തോഷമുള്ളവരാ. കാര്യം അവർ പലരും പറഞ്ഞൊരു സാക്ഷ്യമുണ്ട്, ഈ പ്രേം കേരള ശുശ്രൂഷയിൽ അവർക്ക് പങ്കെടുക്കുവാൻ സാധിച്ചില്ലായിരുന്നുവെങ്കിൽ അവർ ഒരുപക്ഷെ ഇന്ന് ഈ ഭൂമിയിൽ തന്നെ ഉണ്ടാകുകയില്ലായിരുന്നു.
ആയിരുന്നു. കാര്യം അതുപോലെ വെല്ലുവിളികളോട് നിറഞ്ഞു പോയ സമയത്ത് ഈ ശുശ്രൂഷ അവരുടെ ജീവിതത്തിൽ ഒരു ആശ്വാസമായി എത്തി. അത് മാത്രമല്ല, ഇതിലൂടെ യേശുവിന്റെ സാന്നിധ്യം അവരെ അനുഭവിക്കുവാൻ ദൈവം അവരെ സഹായിച്ചു. നമ്മുടെ ഒരു ആഗ്രഹം എന്ന് പറയുന്നത്, നമ്മൾ ജീവിച്ചിരിക്കുന്ന ഈ തലമുറയിൽ തന്നെ അവസാന വ്യക്തിയുടെ കണ്ണുനീർ യേശു തുടയ്ക്കണം. അപ്പോൾ തന്നെ ആത്മഹത്യ ഇല്ലാത്തൊരു കേരളം നമുക്കിവിടെ ഉളവാകേണ്ടതുണ്ട്. നമ്മൾ ചേർന്ന് പ്രാർത്ഥിക്കുന്നു. നമ്മൾ ഈ 993 ദിവസം എത്തിയിരിക്കുമ്പോൾ നമ്മൾ ഈ ശുശ്രൂഷ ഇത്രത്തോളം എത്തുവാൻ നമ്മുടെ കുടുംബാംഗങ്ങൾ പലരും ഇതിന് പുറകിൽ അധ്വാനിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തിട്ടുണ്ട്, ലോകത്തിന്റെ വിവിധ രാജ്യങ്ങളിൽ നിന്ന്. അപ്പോൾ തന്നെ നമുക്ക് സാമ്പത്തികമായ ഒത്തിരി ആവശ്യങ്ങളുടെ മുമ്പിലൂടെ നമ്മൾ കടന്നുപോയി. അപ്പോഴും ആ പ്രിയപ്പെട്ട ചെയ്ത കാര്യം അവരുടെ ചെറുതും വലുതുമായ തുകകളൊക്കെ അവരെ വായിച്ചു തരുകയും നേരിട്ട് കൊണ്ടുവരികയും ചെയ്തൊക്കെയാണ് ഈ ശുശ്രൂഷ ഇന്ന് വരെയും ഇവിടെ എത്തി നിൽക്കുന്നത്. അതിനായി പ്രത്യേകിച്ച് എല്ലാവരോടും നന്ദി പറയുന്നു. കർത്താവിന്റെ രാജ്യത്തിൽ നമുക്ക് വീണ്ടും ഒന്നിച്ച് അധ്വാനിക്കുകയും പ്രയത്നിക്കുകയും ചെയ്യാം. ശുശ്രൂഷ മുൻപോട്ട് ഇനി പോകുവാൻ നമുക്ക് ഒന്നിച്ച് പ്രാർത്ഥിക്കുകയും അതുപോലെ തന്നെ സാമ്പത്തികമായ കാര്യത്തിൽ നമുക്ക് ഒന്നിച്ച് കരം കോർത്ത് നിൽക്കുകയും ചെയ്യാൻ ദൈവം അതിനുവേണ്ടി ഓരോരുത്തരെയും സഹായിക്കട്ടെ. ഈ 12-ാം തീയതി ആകുമ്പോൾ 1000 ദിവസം നമ്മൾ തികയും. പ്രത്യേകിച്ച് സാമ്രാജ്യ യാത്ര ഒരാഴ്ചയും കൂടെ അദ്ദേഹം യാത്ര നീട്ടി ഈ ആഴ്ചയിൽ 10-ാം തീയതിയിൽ എത്തിച്ചേരാനാണ് ഇപ്പോൾ ബാക്കി ക്രമീകരണം ചെയ്തിരിക്കുന്നത്. അദ്ദേഹത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കണം. അപ്പോൾ തന്നെ ഇന്ന് നമ്മൾ നിൽക്കുന്നത് 2 ലക്ഷത്തിനും മീതെ വ്യക്തികളുടെ വിവരങ്ങൾ അടങ്ങിയ ഓൾട്ടറിന്റെ മുമ്പിലാണ്. നമുക്ക് ഓരോ വിഷയത്തിൽ ചേർന്ന് പ്രാർത്ഥിക്കുന്നത്. ഇപ്പം വന്നൊരു വിഷയം, ഈ 7-ാം തീയതി ചേച്ചിയുടെ എൻഗേജ്മെന്റ്, 11-ന് വിവാഹവുമാണ്. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. സാമ്പത്തികമായ കാര്യങ്ങൾ ഇതുവരെയും എല്ലാം ശരിയായിട്ടില്ല എന്ന് അറിയിച്ചിരിക്കുന്നു. നമ്മളുടെ ആരാധന ലീഡ് ചെയ്യുന്ന ഗ്രീഷ്മ ബാംഗ്ലൂർ ജോലി ചെയ്യുന്ന അവധിക്ക് വന്ന ഇന്ന് മടങ്ങി തിരിച്ച് ബാംഗ്ലൂരിൽ പോകുന്നു. ആൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് അറിയിച്ചിരിക്കുന്നു. ഇന്ന് രാവിലെ എനിക്കൊന്ന് ബിനോയ് ബ്രദറായി ഫോൺ അറ്റൻഡ് ചെയ്തത്. രശ്മി എന്ന് പറയുന്ന സഹോദരി മുളക്കുഴയിൽ നിന്നും ഡെലിവറി കഴിഞ്ഞിട്ട് 21 ദിവസമായി. ഇതുവരെ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ആയി പോകാൻ പറ്റില്ല. കാര്യം യൂറിൻ പോകുന്നില്ല. ഇപ്പോഴും ട്യൂബ് ഇട്ടിരിക്കുക. അത് വേഗത്തിൽ അത് ട്യൂബ് കൂടാതെ യൂറിൻ പോകുവാൻ അത് നോർമൽ ആകുവാൻ വേണ്ടി നമുക്ക് ഒന്നിച്ച് ചേർന്ന് പ്രാർത്ഥിക്കാം. കർത്താവിന്റെ സൗഖ്യം ആ മകളുടെ മേല് ഉണ്ടാകണം. ഡെലിവറി കഴിഞ്ഞ് 21 ദിവസമായിട്ട് ഹോസ്പിറ്റലിൽ തന്നെയാണ്. യേശുവിന്റെ സൗഖ്യം ഇപ്പോൾ തന്നെ അവിടെ ഉണ്ടാകേണ്ടതിന് വേണ്ടി നമ്മൾ പ്രിയങ്കല കുടുംബാംഗങ്ങൾ ചേർന്ന് പ്രാർത്ഥിക്കുക. ഇന്ന് എൻഗേജ്മെന്റ് ആണ്. പക്ഷെ ഇന്നലെ രാത്രി മുതൽ ഭയങ്കര വോമിറ്റിങ്ങും അസ്വസ്ഥതയുമാണ്. ഇന്നത്തെ എൻഗേജ്മെന്റ് ഭംഗിയായിട്ട് നടക്കണം. ശാരീരികമായ ആരോഗ്യം ഉണ്ടാകണമെന്ന് പ്രഭ നമ്മളെ ട്രിവാൻഡ്രത്ത് നിന്ന് കാട്ടാക്കടയിൽ നിന്നും അറിയിച്ചിരിക്കുന്നു. ഓമന് നമ്മളെ ട്രിവാൻഡ്രത്ത് നിന്ന് അറിയിച്ചിരിക്കുന്നു. യൂട്രസ് റിമൂവ് ചെയ്യണം. ഈ വ്യാഴാഴ്ച എൻ്റെ ഓപ്പറേഷനാണ്. ശ്വാസം മുട്ടലുണ്ട്, ടെൻഷനുണ്ട്. സൗഖ്യമാകുവാൻ പ്രാർത്ഥിക്കണം. പ്രിയങ്കര കുടുംബാംഗങ്ങളെ നമുക്ക് ഒന്നിച്ച് ചേർന്ന് ഈ നമ്മുടെ മുമ്പിൽ ഇപ്പോൾ തന്നെ ഓൾട്ടർ കാണാമല്ലോ. ഞങ്ങൾ ഇതിന്മേൽ കരം വെച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഞങ്ങളും ആ കരങ്ങൾ നീട്ടി പ്രാർത്ഥിച്ചാൽ കഴിയുമെങ്കിൽ ഓടി വന്ന സ്ത്രീനെ തൊട്ടുകൊണ്ട് പ്രാർത്ഥിക്കാം. ഇതുപോലെ വേദനയുടെ പ്രയാസങ്ങളെ കടന്നു പോകുന്ന ഓരോ വ്യക്തികളെ യേശു തൊട്ട് സൗഖ്യമാക്കുവാൻ, അവരെ കണ്ണുനീർ യേശു തുടയ്ക്കുവാൻ, യേശു അവർക്ക് ആശ്വാസം നൽകേണ്ടതിനാൽ നമ്മൾ ഒന്നിച്ച് ചേർന്ന് പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് കരം വെച്ച് പ്രാർത്ഥിക്കാം. അപ്പോൾ ബിനോയ് ശബ്ദം വെച്ച് പ്രാർത്ഥിക്കാണ്. സർവകൃപാലുവായ ഞങ്ങളുടെ കർത്താവേ, ഈ പകൽ ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നപ്പാ. നമ്മുടെ കർത്താവേ, ഈ ഓർഡർ അയക്കുന്ന ഓരോ വിഷയത്തെയും ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ആ ജീവിതങ്ങളുടെ എല്ലാ പ്രയാസങ്ങളും കർത്താവ് മാറ്റുമാറാകണമേ. നീറുന്ന വിഷയങ്ങൾ പോകുന്നവര്, ഹോസ്പിറ്റലിലായിരിക്കുന്നവർ, കടക്കണിയിലൂടെ കടന്നു പോകുന്നു, വിദ്യാഭ്യാസത്തിന് ഉയർച്ചയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവർ, എല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നപ്പാ. അങ്ങ് അവർക്ക് എല്ലാവരും ആശ്വാസമായി വിടുതലായി അങ്ങ് ഇടപെടുമാറാകണമേ പ്രാർത്ഥിക്കുന്നു. ഓരോരുത്തരെയും കണ്ണീരിനെ തുടയ്ക്കുന്ന കർത്താവ് അവർക്ക് വേണ്ടി ഇറങ്ങി പ്രവർത്തിക്കുമാറാകണമേ പ്രാർത്ഥിക്കുന്നു. അവിടുന്ന് ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യനായി അവരുടെ കൂടെ ഇരിക്കുമാറാകണമേ പ്രാർത്ഥിക്കുന്നു. അങ്ങ് അത്ഭുതങ്ങളെ ചെയ്യണമേ. ഞങ്ങളുടെ നാമഹത്വം എടുക്കണം. യേശുവിൻ ധന്യവരെ നാമത്തിൽ നമ്മൾ ആഘോഷിക്കുന്ന പോലെ ഷേർലി നമ്മളെ വിളിച്ചിരിക്കുന്ന ജോർജിന്റെയും ആനിയുടെയും 30ാമത് വെഡിങ് ആനിവേഴ്സറി ആഘോഷിക്കുന്നു. ഇത് റോസമ്മ കരകച്ചൽ നിന്ന് മറിച്ചിരിക്കുന്നത് കൊച്ചുമകൾ ബിനിയാമോളുടെ 3ാമത്തെ ബർത്ത്ഡേ ആണ്. ലിസ നമ്മളെ അറിയിച്ചിരിക്കുന്ന മകൾ മാളവികയുടെ 12ാമത് ബർത്ത്ഡേ ആഘോഷം. ഇത് എൽസമ്മ ജോസഫ് കാസർഗോഡ് നിന്ന് അറിയിച്ചിരിക്കുന്ന മകളുടെ കുഞ്ഞ് ലിയോന്റെ ഫസ്റ്റ് ബർത്ത്ഡേ ആണ്. എൽസമ്മയുടെ മകൻ ഡിനു ജോസഫിന്റെ 25ാമത്തെ ബർത്ത്ഡേ 5-ാം തീയതി. തരകൻ നമ്മളെ അറിയിച്ചിരിക്കുന്ന കൊച്ചുമകൻ ഏബേലിന്റെ 9ാമത് ബർത്ത്ഡേ ആഘോഷം. ഇത് അഖില ക്രിസ്റ്റിയുടെ 24ാമത്തെ ബർത്ത്ഡേ ആണ്. കൊല്ലത്തും ആഗ്നസ് നമ്മളെ അറിയിച്ചിരിക്കുന്ന കൊച്ചുമകന്റെ 9ാമത് ബർത്ത്ഡേ ആഘോഷം. ഇത് ജിജി ജോർജ് വെൺമണി എന്ന് മറിച്ചിരുന്ന മകൻ ഡാനിയൽ ജി ജോർജിലെ 13ാമത്തെ ബർത്ത്ഡേ ആയിരുന്നു. ഇന്നലെ പ്രാർത്ഥിക്കണമെന്ന് അറിയിച്ചിരിക്കുന്നു. ദീപബ്രദറെ നമുക്കൊന്നിച്ച് ആ പ്രിയപ്പെട്ട ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാം. എല്ലാവരുടെയും സന്തോഷനായി ദീപബ്രദർ കേക്ക് കട്ട് ചെയ്യുമ്പോൾ നമുക്ക് ചേർന്ന് പ്രാർത്ഥിക്കാം. കർത്താവേ, എന്ന ബർത്ത്ഡേ വെഡിങ് ആനിവേഴ്സറി ഓരോരുത്തരെയും ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവ് എന്ന് കേട്ടതുപോലെ കർത്താവ് ആകാശം ഭൂമിക്ക് മീതെ ഉയർന്നിരിക്കുന്നത് പോലെ കർത്താവ് ഈ പ്രിയപ്പെട്ടവരെ കുറിച്ചുള്ള അങ്ങയുടെ പദ്ധതികൾ ഉയർന്നതാകാൻ നന്ദി പറയുന്നു. അതിലേക്ക് നീ കരം പിടിച്ച് അവരെ ഉയർത്തണം. ഈ പുതുവർഷത്തിൽ അത് സംഭവിക്കുമാറാകട്ടെ. ഓരോരുത്തരെയും അനുഗ്രഹിക്കുന്ന മഹത്വം മുഴുവൻ അങ്ങേക്ക് യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ.
കഴിഞ്ഞ ഒരാഴ്ചയിൽ നമുക്ക് ഇവിടെ വന്നിരിക്കുന്ന പ്രാർത്ഥനാ വിഷയങ്ങളാണ് നമ്മുടെ ടേബിളിൽ വെച്ചിരിക്കുന്നത്. അതിനുവേണ്ടി പ്രാർത്ഥിക്കാം. അപ്പോൾ തന്നെ 24 മണിക്കൂറിൽ കഴിഞ്ഞ ശനിയാഴ്ച 7 മണിക്ക് ശേഷം വന്നിരിക്കുന്ന പ്രാർത്ഥനാ വിഷയങ്ങളും ഇതിന്മേൽ വെച്ച് നമുക്കൊന്നിച്ച് ചേർന്ന് പ്രാർത്ഥിക്കാം. കർത്താവേ, പ്രേമിക്കാനിൽ ഇവിടെ വിളിച്ചുകൊണ്ടിരിക്കുന്ന കർത്താവ് വന്നുകൊണ്ടിരിക്കുന്ന ഓരോ വിഷയങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ ചേർന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഈ വ്യക്തികളെ നീ അറിയുന്നതിന് സ്തോത്രം. ഇപ്പോൾ തന്നെ അങ്ങനെ അത്ഭുതകരമായ മറുപടി ഓരോരുത്തർക്കും മേലും ഉണ്ടാകട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. യേശുവിൻ നാമത്തിൽ തന്നെ ഈ പുതിയ ദിവസത്തിൽ ദൈവം ഓരോരുത്തരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. നാളെ പ്രഭാതത്തിൽ നമുക്ക് വീണ്ടും ഒന്നിച്ച് കാണാം. കർത്താവിൻ്റെ വരവിന് വേണ്ടി നമുക്ക് ഒരുങ്ങാം, മറ്റുള്ളവരെ അതിനുവേണ്ടി ഒരുക്കാം. അപ്പോൾ തന്നെ പ്രേമിക്കാനുള്ള എല്ലാ സാമ്പത്തിക ആവശ്യങ്ങളിലും പങ്കാളികളായിരിക്കുന്ന എല്ലാവരെയും കർത്താവ് ധാരാളമായിട്ട് സഹായിക്കട്ടെ എന്ന് ഈ സമയത്ത് ഓർമ്മിക്കുന്നു. കർത്താവിൻ്റെ കൃപ കൂടിയിരിക്കട്ടെ. ആ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ 24 മണിക്കൂറും താങ്കൾക്ക് വിളിക്കുവാൻ, പ്രാർത്ഥന ആവശ്യങ്ങൾ അറിയിക്കുവാൻ സാധിക്കും. ദൈവം ഓരോരുത്തരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഒന്നിച്ച് ചേർന്ന് ഈ പാട്ട് പാടിക്കൊണ്ട്